വീണ്ടും സംസാരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹായിക്കണം. യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ദൈവകൃപ കൊണ്ട് നിറയ്ക്കട്ടെ. ഹല്ലേലൂയ. നമ്മളിവിടെ കാണുന്നത് 21-ാം അധ്യായം, യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ ഉദ്ധിതനായ പുനരുദ്ധാനം പ്രാപിച്ച യേശു കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്ന അനുഭവങ്ങളാണ്. യേശു കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ ഉയർത്തെഴുന്നേറ്റപ്പെട്ട കർത്താവിൻ്റെ പ്രത്യക്ഷതകളാണ് യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് ഏറ്റവും കൂടുതൽ തെളിവുകളെന്ന് പറയും. യേശു ആദ്യം സ്ത്രീക്ക് പ്രത്യക്ഷനാകുന്നു. പിന്നെ യഹൂദന്മാരെ പേടിച്ച് ശിഷ്യന്മാർ വാതിലടച്ചിരിക്കുക യേശു താനും അവരുടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറയുന്നു. അതിനുശേഷം ഇവിടെ നമ്മൾ കാണുകയാണ് ഇങ്ങനെ ഉയർത്തെഴുന്നതിന് ശേഷം 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. 14ഓളം പ്രത്യക്ഷതകൾ മൊത്തത്തിൽ നമ്മൾ പല പഠനങ്ങളായി കാണുന്നുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ കേഫാവിനും 12 പേർക്കും പിന്നെ 500-ലധികം പേർക്കും ഒരുമിച്ച് പ്രത്യക്ഷനായി എന്നൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഉദ്ധിതനായ കർത്താവിൻ്റെ പുനരുദ്ധാനം ചെയ്തതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്ന് യേശു കർത്താവിൻ്റെ പ്രത്യക്ഷതകളാണ്. അതിൽ ഒരു പ്രത്യക്ഷതയാണ് നാം കാണുന്ന കാഴ്ച. നമുക്ക് നോക്കാം. പ്രത്യക്ഷനായത് ഈ വിധം ആയിരുന്നു. ഏ വിധമായിരുന്നു? ശീമോൻ പത്രോസും ദിദിമോസ് എന്ന് പറയുന്ന തോമാസും, പിന്നെ ശീമോൻ പത്രോസ്, ദിദിമോസ് എന്ന് പറയുന്ന തോമസ്, നഥനിയേൽ, കാനായിലെ നഥനിയേൽ, സബദി മക്കൾ, വേറെ 2 പേര്. അപ്പം എത്ര പേരായി നോക്കിയേ എത്ര പേരായി പറഞ്ഞു. അപ്പം നമ്മുടെ വാക്കിന് ഭയങ്കര ശക്തിയാണ്. ഇങ്ങനെയാണ് മനുഷ്യനെ പിന്മാരത്തിൽ കൊണ്ടുപോകുന്നത്. പിന്മാരത്തിൽ പോകാൻ വിളിച്ചോ? ഇല്ല. ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞേ ഉള്ളൂ, പോവാന്ന് പറഞ്ഞോളൂ. കൂട്ടത്തിൽ 6 പേര് പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യുക, പോരും. ഈ 6 പേര് പലർക്കും മീൻപിടുത്തം എന്താണെന്ന് അറിയത്തില്ല, കടൽ എന്താണെന്ന് അറിയത്തില്ല, വള്ളം എന്താണെന്ന് അറിയത്തില്ല, വെള്ളത്തിൽ പരിചയമില്ല. എന്നാലും ഇവന്മാരെല്ലാം കൂടെ പോയി, അതും രാത്രിയിൽ. ഇതുപോലെയാണ് പലർക്കും സംഭവിക്കുന്നത്. ഞാൻ ഇന്ന് യോഗത്തിന് പോകുന്നില്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, കുറേ പേര് കൂടെ എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. പിന്നെ ആ ദേവദാസനെ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ, ഇതൊന്നും കേൾക്കാൻ നമ്മളെ കിട്ടത്തില്ല, മതി, തീർന്നും. കൂട്ടത്തിൽ 6 പേര് പറയും ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, പോരുന്നില്ല. അപ്പോൾ നമ്മുടെ ഒരു വാക്ക് പലപ്പോഴും പലരെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്മാറ്റത്തിൽ കൊണ്ടുവന്നുണ്ട്. സത്യമാണോ? ആണ്. ഇന്ന് നിങ്ങൾ ദൈവത്തെ ഓർത്ത് യോഗത്തിന് പോകുന്നില്ലെന്ന് പറയരുത്. നിങ്ങൾ പൊക്കോ, ഞാൻ പുറകെ ഉണ്ട്, നോക്കട്ടെ, മിക്കവാറും അങ്ങ് വരുമെന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ പലരും എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല, അല്ലേ? അപ്പോൾ ഒരു വാക്കിന് പറയുകയാണ് 7 പേരും കൂടെ എവിടെ പോയി, മീൻ പിടിക്കാൻ പോയി. 7 പേരും കൂടെ മീൻ പിടിക്കാൻ. അപ്പോൾ ഈ 7 പേരും കൂടെ പോയിട്ട് രസം അതാണ്, നേരം വെളുക്കോളം അധ്വാനിച്ചു. വല്ലതും കിട്ടിയോ? കിട്ടിയില്ല, അല്ലേ? പിന്മാറ്റത്തിൽ പോയിട്ടാണ്. അപ്പോൾ നമുക്കതിനെ നമ്മുടെ കോൺടെസ്റ്റിലൊക്കെ നോക്കാം. 7 പേരും കൂടെ പോയിട്ട് ഒന്നും കിട്ടാതെ വെളുപ്പാൻ കാലത്ത് അലഞ്ഞ് തിരിഞ്ഞ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മുടിച്ച് തേച്ച് കഴുകി രാവിലെ കയറി വരികയാണ്. കയറി വരുമ്പം തമ്പുരാൻ കരയ്ക്ക് നിൽപ്പുണ്ട്. കരയ്ക്ക് നിന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കുഞ്ഞെ കൂട്ടാൻ വലുതുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം കുഞ്ഞെ കൂട്ടാൻ പഠിക്കാൻ പോയ കൊച്ചൻ 3-ാം വർഷം പഠിത്തം നിർത്തി, എല്ലാ പേപ്പറിനും ഇയർ ബാക്കായിട്ട് ഇനി ഞാൻ പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് വീട്ടിലോട്ട് എഴുന്നള്ളി രാവിലെ കയറി വരുമ്പോൾ, പൊന്നുമോനെ ബാടാ ഇന്ന് ബ്രൂ ഇട്ട കാപ്പി ബൂസ്റ്റ് ഇട്ട് കൊടുക്കുമോ? അച്ചായൻ ഗൾഫിലെ കാശല്ലേ, SPTയുടെ ലോണാ പഠിപ്പിക്കുന്നത്, എന്താ പറയും? കുഞ്ഞെ ഇന്ന മോനെ ക്ഷീണിച്ച് പോയി, ഹോർലിക്സ് ഇട്ട് പാല് കൊടുത്ത് ഒരു ബുൾസ അടിച്ച് റൊട്ടി അടിച്ച് കൊടുക്കുമോ? ഇല്ല. നമ്മുടെ ദേഷ്യം മുഴുവൻ തീർക്കത്തില്ലേ? പക്ഷേ ഈ യേശുദമ്പുരാൻ്റെ ഒരു പ്രത്യേകത ഞാൻ അവിടെ കണ്ട്. അവിടെ വന്നപ്പം വിളിച്ചൊരു വിളിയുണ്ട്, വല്ലാത്തൊരു ഹൃദയം തകർക്കുന്ന ഒരു വിളിയാണ്. കുഞ്ഞെ എന്തുണ്ടോ കൂട്ടാൻ വല്ലതും. അപ്പം കുഞ്ഞെ കൂട്ടാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ കുഞ്ഞിനെ സ്വാധീനിച്ച് പച്ച മനുഷ്യനായിരുന്നല്ലേ യേശു. അപ്പോൾ ഈ ഭാഷ എപ്പോഴും എവിടുന്ന് ഉണ്ടാകുന്നതാണ്? ഭാഷ കൂടുതൽ എവിടുന്നാണ് ഉണ്ടാകുന്നേ? ഭാഷ വീട്ടിൽ നിന്നാണ് ഉണ്ടാകുന്നത്, അല്ലേ? എനിക്ക് 4 പിള്ളേരുണ്ട്. അംഗൻവാടി കൊണ്ടുപോയിട്ടു. അംഗൻവാടി അറിയാമല്ലോ, കേരളത്തിലിപ്പോൾ അംഗൻവാടിയുണ്ട്. നമ്മൾ ആദ്യമൊക്കെ കാശ് മുടക്കാതെ കൊണ്ട് അംഗൻവാടി വിട്ടാൽ നല്ലതാണ്. രാവിലെ മുട്ട കൊടുക്കും, പാല് കൊടുക്കും, ഉച്ചയ്ക്ക് കിടത്തി ഉറക്കും, പിന്നെ ഒരു ഗ്ലാസ് പാല് കൊടുക്കും. ഭയങ്കര പരിപാടിയാണ് അംഗൻവാടി. പക്ഷേ ഈ അംഗൻവാടി കൊണ്ട് വിട്ടിട്ട് തിരിച്ചു വരുന്ന കൊച്ച് 1-ാം തരം ചീത്ത വിളിക്കാൻ തുടങ്ങി. അത് മലയാളത്തിലാണ്. അതുകൊണ്ട് ഞാൻ എന്ത് വിട്ടെന്ന് ചോദിച്ചാൽ നല്ല ഇംഗ്ലീഷ് മീഡിയത്തിൽ കൊണ്ടുവിട്ടു. ഗുണമുണ്ടായി. ഇപ്പം മലയാളത്തിൽ ചീത്ത വിളിക്കത്തില്ല, ഇംഗ്ലീഷ് ചീത്ത വിളിക്കുക. അപ്പോൾ
ഈ അംഗൻവാടി വിട്ട് മലയാളത്തിൽ പഠിക്കും. അതുകൊണ്ടാണ് നമ്മളെല്ലാ പിള്ളേരെയും കൊണ്ട് കഴക്കൂട്ടത്ത് സൈനിക സ്കൂളിൽ വിട്ട്. അതുകൊണ്ട് ഇപ്പോൾ എന്താ പഠിച്ചു? ഇംഗ്ലീഷ്. സെൻട്രൽ സ്കൂളിൽ നിന്ന് വരുന്നതുകൊണ്ട് നല്ല ഒന്നാം തരം തെറി ഇംഗ്ലീഷ് വിളിക്കും. മറ്റേതാണെങ്കിൽ മലയാളത്തിൽ വിളിച്ചു. വ്യത്യാസം ഇത്രയേ ഉള്ളേ, സത്യമല്ലേ? അപ്പോൾ ഈ ഭാഷ എവിടെ നിന്നുണ്ടാകുന്ന? വീട്ടിൽ നിന്നുണ്ടാകും. അപ്പോൾ എന്തൊക്കെയോ പ്രത്യേകതകൾ യേശുവിനെ ആ കുടുംബം സ്വാധീനിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം യേശുവിനെ എന്തൊക്കെയാണ് സ്വാധീനിച്ചത്. ഈ യോസഫും മറിയയും കൂടെ വിവാഹം നിശ്ചയം ചെയ്തിരുന്ന നാളുകളിലാണ് മറിയം പരിശുദ്ധാത്മാവ് വന്ന് മറിയത്തോട് പറയുന്നു, നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയാകാൻ പോകുകയാണ്. ഗർഭവതിയാകുമെന്ന് പറയുമ്പോൾ തന്നെ നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിന് പരിശുദ്ധാത്മാവിന് ആരുടെ അനുവാദം വേണം? മറിയത്തിൻ്റെ അനുവാദം. മറിയത്തിൻ്റെ അനുവാദമില്ലാതെ മറിയത്തിൻ്റെ ഗർഭാശയത്തിൽ ഒരു കുഞ്ഞിനെ നിക്ഷേപിച്ചാൽ അത് അനീതിയല്ലേ? ആണ്. പരിശുദ്ധാത്മാവിനും ആരുടെ അനുവാദം വേണം? മനുഷ്യൻ്റെ അനുവാദം. എപ്പോഴും ഓർത്തോളം, ദൈവം എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തുമോ, നമ്മളെ നടത്തുമോ, നയിക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും നമ്മുടെ അനുവാദം വേണം. ഒന്ന്, നമ്മളെ ജനിപ്പിക്കാൻ നമ്മുടെ അനുവാദം വേണമായിരുന്നോ? വേണ്ട. രണ്ട്, നമ്മൾ മരിക്കുന്നത് ആരുടെ അനുവാദത്തോടെ അല്ല? നമ്മുടെ അല്ല. ഇത് രണ്ടും ഒഴിച്ചാൽ ബാക്കി എല്ലാത്തിനും ആരുടെ അനുവാദം വേണം? നമ്മളുടെ അനുവാദം വേണം. വേണ്ടേ? വേണം. അപ്പോൾ ഈ നിർണായകമായ ഒരു തീരുമാനമാണ്. തൻ്റെ ജീവിതത്തെ വല്ലാതെ ഒരു ഒരു വലിയ കൊടുങ്കാട്ടിലോട്ടോ അല്ലെങ്കിൽ ഒരു വലിയ ആഴക്കടലിലോട്ടോ തള്ളിയിടുന്ന പോലൊരു അനുഭവമാണ്. ആ ജീവിതം മുഴുവൻ മാറ്റിമറിക്കപ്പെടാൻ പോകുന്ന ഒരു സംഭവം. ഈ സമയത്ത് ലൂക്കോസിൻ്റെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാം, മറിയം പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്, ഇതാ ഞാൻ നിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. അപ്പോൾ ഏറ്റവും വലിയ നിർണായകമായ തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ മറിയം പറഞ്ഞ ഒരു പ്രാർത്ഥന, ഇതാ ഞാൻ നിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. ഇത് കർത്താവ് അപ്പം വയറ്റോട്ട് വരുന്നേ ഉള്ളൂ. ഗർഭസ്ഥ ശിശുവിൻ്റെ അമ്മയുടെ സകല വേദനകളും ചിന്തകളും സന്തോഷവും എല്ലാം ആരെ ബാധിക്കും? അമ്മയുടെ വേദനയും സന്തോഷവും ദുഃഖവും എല്ലാം ആരെ ബാധിക്കാൻ സാധ്യതയുണ്ട്? കുഞ്ഞിനെ ബാധിക്കും. ബാധിക്കത്തില്ലേ? ഇത് ശരിക്കും അറിയാവുന്നതിനാണ് കർത്താവ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യേശുവിനെ ഇത് സ്വാധീനിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ, ഉണ്ട്. നമുക്കറിയാം, യേശുവിൻ്റെ ജീവിതത്തിലൂടെ പോകുമ്പോൾ ഏറ്റവും വലിയൊരു തീരുമാനം എടുക്കേണ്ട ഒരു രാത്രി വന്നു. അത് ഗെത്സമനയുടെ രാത്രിയാണ്. പാപത്തിൻ്റെ പാനപാത്രം എടുക്കേണ്ട ഒരു രാത്രി. ആ രാത്രിയിൽ യേശു ഇതേ വാക്കുകൾ പ്രാർത്ഥിക്കുന്നു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിലും നീക്കണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടന്നാൽ മതി. അപ്പോൾ നിർണായക തീരുമാനങ്ങളിൽ തിരുവിഷ്ടത്തിന് സമർപ്പിക്കണമെന്ന് യേശുവിനെ പഠിപ്പിച്ചത് ആരാണ്? അമ്മയാണ്. തിരുവിഷ്ടത്തിന് സമർപ്പിക്കപ്പെട്ട ഈ അമ്മയുടെ മകനും പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എൻ്റെ ജീവിതത്തിൽ എന്ത് മതി? നിൻ്റെ ഇഷ്ടം മതി, ആരുടെ ഇഷ്ടം വേണ്ട, എൻ്റെ ഇഷ്ടം വേണ്ട. ഒരു കാര്യം വാത്സല്യ മാതാക്കളെ, നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ പല സ്വഭാവങ്ങളും നമ്മളറിയാതെ കൈമാറ്റം ചെയ്യുമ്പോൾ അത് ആഹരിക്കുന്ന കുഞ്ഞുങ്ങൾ നാളുകളിൽ അത് പ്രതിഫലിപ്പിക്കും. ഒരു കാര്യം, തിരുഹിതത്തിന് സമർപ്പിക്കുന്നവൻ്റെ കുഞ്ഞുങ്ങൾ നാളെ ഒരു വിവാഹം വരുമ്പോൾ പറയും, എനിക്ക് മറ്റൊന്നും വേണ്ട, ദൈവേഷ്ടം മതിയെന്ന് പറയും. അല്ലാത്തവൻ പറയും, എനിക്ക് ഇഷ്ടപ്പെട്ടവനെ കെട്ടണമെന്ന്, ഇഷ്ടപ്പെട്ടവളുടെ പുറകെ ഇറങ്ങിപ്പോണമെന്ന്. എന്നാൽ തിരുവിഷ്ടത്തിന് സമർപ്പിക്കപ്പെട്ട ഒരമ്മയുടെ കുഞ്ഞ് അറിയാതെ പറയും, എൻ്റെ ഇഷ്ടം വേണ്ട, നിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടന്നാൽ മതി. മനസ്സിലായെങ്കിൽ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താൽ. അപ്പോൾ ഈ സ്വഭാവം എവിടെ നിന്നുണ്ടാകുന്നതാ? വീട്ടിൽ നിന്നുണ്ടാകേണ്ട ഒരു സ്വഭാവമാണ്. തിരുയിഷ്ടത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുകയാണ്. അത് കഴിഞ്ഞപ്പം യോസഫ് മറിയം ദമ്പതികളായില്ല, വിവാഹ നിശ്ചയം. അല്ലാത്ത അതും ഇന്നിൻ്റെ പശ്ചാത്തലമല്ല, അന്നത്തെ പശ്ചാത്തലം മനസ്സിലാക്കണം. രൂക്ഷമായ മതപശ്ചാത്തലമുണ്ടായിരുന്ന, നിയമത്തിൻ്റെ ആ ഊരാക്കുടുക്കളുണ്ടായിരുന്ന ന്യായപ്രമാണ കാലഘട്ടത്തിൻ്റെ ആ മൂർധന്യതയുണ്ട് നിലനിൽക്കുന്ന സമയം. ആ സമയത്താണ് ഇത് സംഭവിക്കുന്നത്, അല്ല ഇന്നല്ലത്. 2000 വർഷം മുമ്പ്, അതും ഏറ്റവും ഓർത്തഡോക്സ് ആയിരുന്നു യാഥാസ്ഥിക യഹൂദ പശ്ചാത്തലത്തിൽ. അവിടെ ഇത് നടക്കുമ്പോൾ യോസഫ് തീരുമാനിച്ചു. എങ്ങനെ തീരുമാനിച്ചു? എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരെല്ലാം വചനം അറിയാവുന്നവരാണ്. ഇവൾക്ക് ലോകാപവാദം വരുത്താതിരിക്കാൻ ഇവളെ എങ്ങനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു? ഗൂഢമായിട്ട്. എല്ലാവരും ഒന്ന് പറഞ്ഞേ,
ഗൂഢമായിട്ട്. എന്തിനാ ഈ ഗൂഢമായിട്ട്? ലോകാപവാദം വരുത്തരുത്. മനസ്സിലാക്കണം, അന്നൊരു പ്രത്യേക കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഈ പാപത്തിൽ പിടിക്കപ്പെടുന്ന സ്ത്രീ, ഭർത്താവ് അറിയാതോ വിവാഹത്തിന് മുമ്പോ വിവാഹത്തിന് പുറത്തോ ഒരു സ്ത്രീ ഗർഭവതിയായാൽ, പാപം ചെയ്തു എന്ന് അറിഞ്ഞാൽ അവളെ വെറുതെ വിടില്ല, അവളെ പിടിച്ചുകൊണ്ട് വരും. പിടിച്ചുകൊണ്ട് വന്നിട്ട് പരീശന്മാർ മുഴുവൻ അവരുടെ വലിയ കുപ്പായങ്ങളെല്ലാം ഇട്ടുകൊണ്ട് വരും, മതത്തിൻ്റെ കുപ്പായങ്ങൾ ഇട്ടുകൊണ്ട്. എന്നിട്ട് അവളെ ഇവിടെ തലമുടി നാറ് കീറി എന്തു ചെയ്യും? ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യും. ചോദിക്കുന്നവരാണ്. അത് കണ്ണിച്ചോരയില്ലാത്ത പുരോഹിതന്മാരാണ്. സത്യത്തിൽ ഇന്നും അതല്ലേ സംഭവിക്കുന്നത്? സ്ത്രീയോട് കണ്ണിച്ചോരയില്ലാതെ ഇടപെടുന്ന സൂര്യനെല്ലി കേസിലെ പെൺകുട്ടിയെ കോടതി കൊണ്ടുവന്നപ്പോൾ അഭിഭാഷകൻ ചോദിച്ച ചോദ്യമുണ്ട്, അടിവസ്ത്രത്തിൻ്റെ കളർ എന്തായിരുന്നു? നിനക്ക് ഓർമ്മയുണ്ടോ? ജഡ്ജി ഉൾപ്പെടെ ചോദിച്ചതാണ്, വരയിട്ട ചോദ്യങ്ങളാണ്. കോടതി ഇന്നുകൊണ്ട് അഭിഭാഷകൻ ചോദിച്ചു പെൺകുട്ടിയോട്, അവിടെ അപ്പനിരിക്കെ അമ്മയിരിക്കെ നാട്ടുകാരിരിക്കെ അടിവസ്ത്രത്തിൻ്റെ കളറ് പോട്ട്, രൂക്ഷമായ ഭാഷകൾ ഞാൻ ബാക്കി വായിക്കുന്നില്ല. അത്രമാത്രം കണ്ണിച്ചോരയില്ലാത്ത മനുഷ്യരാണ് ഇന്നും. അന്നും ഇന്നും അല്ല. പലപ്പോഴും കണ്ടിട്ടില്ലേ, സൂര്യനെല്ലി പെൺകുട്ടിയുടെ വീട് കാണാൻ റാന്നിന്ന് വണ്ടി പിടിച്ചു പോയ ആമ്പിള്ളേർ റാന്നിയിലുണ്ട്. ഇതെന്തുവാ ഇത്ര അത്ഭുതം? ഒന്നുമില്ല. പക്ഷേ എവിടെയോ ഒരു ക്രൂരത ഇന്നും ബാക്കി നിൽപ്പുണ്ട് നമ്മുടെയൊക്കെ അകത്ത്. അതുകൊണ്ടൊക്കെ തന്നെയല്ല ഇത്രയും വാർത്തകൾ വായിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള മനസ്സിൻ്റെ തേങ്ങല് കാണാൻ ഒരിക്കലും ആരും കാണാറില്ല. അപ്പം നോക്ക്, ഈ സ്ത്രീയെ പിടിക്കപ്പെട്ട എന്തു ചെയ്യും? കല്ലെറിഞ്ഞ് കൊല്ലും. അതുതന്നെയായിരുന്നു ഇന്ത്യൻ പശ്ചാത്തലം. നമുക്ക് അറിയത്തില്ല, ബ്രാഹ്മണ സമൂഹങ്ങളിലൊക്കെ ഒരു പെൺകുട്ടി പാപത്തെ പിടിക്കപ്പെട്ടാൽ എന്തു ചെയ്യും? ബ്രാഹ്മണ അച്ചായന്മാരെല്ലാം കൂടെ വരും. അങ്ങനെയുമായി ബന്ധപ്പെട്ട വലിയൊരു ചരിത്രം, ഏതാണ്ട് 220ഓളം പേരെ വിസ്തരിച്ച ഒരു സ്മാർത്ഥ വിചാരം എന്ന് കേട്ടിട്ടുണ്ടോ? പഴയ മലയാളത്തിൻ്റെ കഥകളിലൊക്കെയുണ്ട് സ്മാർത്ഥ വിചാരം. അങ്ങനെ പെൺകുട്ടി പാപത്തിൽ പിടിക്കപ്പെട്ടാൽ അവരെ എന്തു ചെയ്യും? പടിയടച്ച് പിണ്ണം വെക്കും. കേട്ടിട്ടുണ്ടോ? പടിയടച്ച് പിണ്ണം വെക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ചത്തുപോയവർക്കാണ് ബലിയിടുന്നത്. ചത്തുപോയവർക്ക് വെലിച്ചോറിടുന്നതിൻ്റെ പേരാണ് എന്ത് വെക്കുന്നത്? പിണ്ണം വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ നീ ചത്തു, അവളുടെ പേരിൽ അവർ മരണാനന്തര ബലിയിടും എന്ന് പറഞ്ഞാൽ ഇനി നീ ജീവനോട് എന്ത് ചെയ്യുന്നില്ല, ഇരിക്കുന്നില്ല. അതാണ് പടിയടച്ച് എന്ത് വെക്കുന്നത്? പിണ്ണം വെക്കുന്നത്. അവൾ ചത്തു എന്ന് പറഞ്ഞ് പുരോഹിതനെ വിളിച്ച് മരണാനന്തര കർമ്മങ്ങൾ നടത്തി കാക്കയ്ക്ക് ബലിച്ചോറ് കൊടുക്കും. അപ്പോൾ അവൾ ഇനിയും ജീവിച്ചിരിപ്പില്ല. ഏതാണ്ട് ഇതേ പശ്ചാത്തലമാണ് യഹൂദ പശ്ചാത്തലം. അവിടെ പോട്ടെ, ഇവിടെ പിന്നെ അവളെ ജീവിക്കാൻ വിടും. ചത്തുപോയി, നീ എവിടെങ്കിലും പോയി തൊലഞ്ഞു എന്ന് പറഞ്ഞ് വിടുകയോ. പക്ഷേ യഹൂദ പശ്ചാത്തലം അതല്ല. ഇവളെ എന്തു ചെയ്യും? കല്ലെറിഞ്ഞ് കൊല്ലും. കല്ലെറിഞ്ഞ് കൊല്ലുക മാത്രമാണോ? എറിഞ്ഞെറിഞ്ഞ് കൊന്നിട്ട് വീണ്ടും എറിഞ്ഞ് അവിടെ മുകളിൽ എന്ത് കൂറ്റും? ഒരു കൽക്കൂമ്പാരം കൂട്ടും. ഇനിയും പുറകെ വരാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും ഇവളൊരു മാപ്പുസാക്ഷിയാണ്. ഇവളൊരു വലിയ ചിത്രമാണ്. കുഞ്ഞെ, നീ തെറ്റ് ചെയ്ത ഇതാണ് നിൻ്റെ ഗതി. നീയും ആരായിട്ട് മാറും? കൽക്കൂമ്പാരമായിട്ട് മാറും. ഈ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് യോസഫ് തീരുമാനിക്കുന്നു ഇവളെ ഉപേക്ഷിക്കണം. പക്ഷേ ഇവൾക്ക് എന്ത് വരരുത്? ലോകാപവാദം വരരുത്. ഇവളെ ഗൂഢമായിട്ട് ഉപേക്ഷിക്കണം. അതാര് തീരുമാനിച്ചു? സ്ത്രീയെ കല്ലെറിയരുത്. സ്ത്രീയെ കല്ലെറിയരുതെന്ന് യോസഫ് തീരുമാനിച്ചു. പ്രിയമുള്ളവരെ, യോസഫ് അത് തീരുമാനിച്ചത് യേശുവിനെ സ്വാധീനിച്ചല്ലോ. ഒരിക്കൽ പൊതുശുശ്രൂഷ തുടങ്ങിക്കഴിഞ്ഞ് പരസ്യ ശുശ്രൂഷ തുടങ്ങിയ യേശുവിൻ്റെ അടുക്കൽ പാപിനിയായൊരു സ്ത്രീയെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ന്യായപ്രമാണപ്രകാരം ഇവളെ എന്ത് ചെയ്യണം? കല്ലെറിഞ്ഞ് കൊല്ലണം. യേശു പറഞ്ഞു, നിങ്ങൾ ഈ പാപം ചെയ്യാത്തവർ ഇവരെ എന്ത് ചെയ്യട്ടെ? കല്ലെറിയട്ടെന്ന് പറഞ്ഞു. യേശു കല്ലെറിഞ്ഞോ? ഇല്ല. ആ വാക്കുകളുടെ മുമ്പിൽ ഓരോരുത്തരായി അറിയാതെ കല്ലുകൾ താഴെ വീണു. ഒരു കാര്യം മനസ്സിലാക്കണേ, യേശു പഠിപ്പിച്ചു സ്ത്രീയെ കല്ലെറിയരുത്. യേശുവിനെ അത് പഠിപ്പിച്ചത് ആരാ? യോസഫാണ്. യോസഫ് പഠിപ്പിച്ചു, മക്കളെ എന്തെറിയരുത്? കല്ലെറിയരുതെന്ന് പഠിപ്പിച്ച അപ്പൻ്റെ മകനും ഏറ്റവും വലിയൊരു തീരുമാനം എടുക്കേണ്ട സാഹചര്യത്തിൽ ന്യായപ്രമാണത്തിൻ്റെ അകത്തളങ്ങളിലേക്കൊരു വലിയ ബോംബിട്ടു. എന്താണ് ആ ബോംബ്? അവരുടെ ട്രഡീഷണലായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിനെ തിരുത്തി മറിച്ചുകൊണ്ട് ഒരു വലിയ വെല്ലുവിളി, ഒരു വിപ്ലവം അവിടെ ഉണ്ടാക്കി. സ്ത്രീയെ എന്തെറിയരുത്? കല്ലെറിയരുത്. പ്രിയമുള്ളവരെ, ലോകത്തോട് മുഴുവൻ കല്ലെറിയരുതെന്ന് പഠിപ്പിക്കാൻ യേശുവിനെ പഠിപ്പിച്ചത് യേശുവിൻ്റെ അപ്പന. എന്തെറിയരുത്? കല്ലെറിയരുത്. മനസ്സിലായെങ്കിൽ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഒരു കാര്യം ഞാൻ ദൈവത്തെ ഓർത്ത് പറയുക, അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്യണം, നമ്മുടെ കയ്യിലെ കല്ല് താഴെയിടണം. കയ്യിലെറിയാൻ ഒത്തിരി കല്ല് നമ്മുടെയൊക്കെ കൈകളില്ലേ? ആ കല്ല് എന്ന് താഴെ ഇടുന്നോ അന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടാനായിട്ട് തുടങ്ങും. വിശ്വാസ കുടുംബങ്ങളിൽ ഏറ്റവും കൂടുതൽ പറ്റുന്ന ഒരു അപകടം ആ വീടുകളിലെ ചർച്ചകളാണ്. അവിടെ കുറ്റം പറച്ചിലാണ്. പാസ്റ്ററെക്കുറിച്ചും അറിയാവുന്ന ദൈവദാസന്മാരെക്കുറിച്ചും ഒക്കെ നമ്മൾ തലമുടിനാരെ കീറി പോസ്റ്റ്മോർട്ടം നടത്തി അവിടെ റിപ്പോർട്ട് അവതരിപ്പിക്കും. ഒരു കാര്യം അറിഞ്ഞോ അറിയാതെയോ തലമുറയ്ക്ക് കൈമാറുന്ന ഒന്നുണ്ട്. എന്താണ്? എറിയാൻ എന്ത് കൊടുക്കുക?
കല്ല് കൊടുക്കുക. എറിയാൻ എന്ത് കൊടുക്കുക? കല്ല് കൊടുക്കുക. വേണ്ട, നമ്മളറിയാതെ പലതും കല്ല് കൊടുക്കുന്നത്. ഇടയ്ക്ക് എനിക്ക് വല്ലാതെ വിഷമം തോന്നിയൊരു സംഭവമുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പ്രായമുള്ളൊരു ദൈവദാസൻ, അനുഗ്രഹിക്കപ്പെട്ട, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു അപ്പച്ചന് വളരെ പ്രായമുണ്ട്. ഒരു 70-72 വയസ്സുണ്ട്. ഈ അപ്പച്ചൻ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു അപ്പച്ചൻ. വലിയ പ്രാസംഗികനൊന്നും അല്ലെങ്കിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ പ്രാർത്ഥന. ഒരു കാര്യം ഏൽപ്പിച്ചാൽ പ്രാർത്ഥിക്കും. അനുഗ്രഹിത ഒരു കർത്തദാസൻ, സാധുവായ ഒരു മനുഷ്യൻ. അദ്ദേഹം ഒരിക്കലും സഭയെ പറഞ്ഞു, ഞാൻ 21 ദിവസം ഉപവാസമാണെന്ന് പറഞ്ഞു. 21 ദിവസം ഉപവാസം ഇരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ സഭയെല്ലാം അറിഞ്ഞു പുള്ളി എന്ത് ഇരിക്കുകയാണ്, ഉപവാസം ഇരിക്കുകയാണ്. ആ സമയത്തൊരു കല്യാണം നടക്കുകയാണ്. അപ്പോൾ ആ കല്യാണത്തിന് പലരും വിശ്വാസികൾ വന്നു. ഇദ്ദേഹം കണ്ടായിരുന്നു, അദ്ദേഹം കഴിച്ചു. ഇതാണ് കുറ്റം. പുള്ളി കല്യാണത്തിന് കഴിച്ചു. പെട്ടെന്ന് ഞാൻ ടൗണിൽ നിൽക്കുകയാണ്. എനിക്കൊരു ഫോൺ കോൾ. ഒരു കടയുണ്ട്, അവിടെ കൂടി വാ, ഒരു വലിയ വിഷയമുണ്ട്. 5-6 സഹോദരന്മാർ ഒന്നിച്ച് ഫോൺ വിളിച്ച് കൂട്ടിയിരിക്കുക. ഞാൻ ചോദിച്ച് ഓടിച്ചെന്നു, എന്താണ് വിഷയം? വിഷയം ഇതാണ്, പുള്ളി ഉപവാസമാണ്. ഇന്നലെ സഭയെ പറഞ്ഞു. ഇന്ന് ഞങ്ങളുടെ കണ്ണാലെ ഞങ്ങൾ കണ്ടതാണ് പുള്ളി എന്ത് ചെയ്യുന്നത്, കഴിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം, നമുക്ക് പരിശോധിക്കണം. പുള്ളി എന്ത് ചെയ്തു? കഴിച്ചു. ഭയങ്കര സുന്നക ദോഷം കൂടുകയാണ്. ഞാൻ ചിരിച്ചുകൊണ്ട് അങ്ങ് നിന്നു. എനിക്ക് സത്യത്തിൽ ചിരിയാ വന്നത്. എന്നാ കാര്യം എന്നറിയാമോ? ഞാൻ അങ്ങോട്ട് ടൗണിലോട്ട് ചെന്നപ്പോൾ ഈ അപ്പച്ചനെ കണ്ടു. അപ്പച്ചൻ അവിടെ നിൽക്കുക. എന്നോട് പറഞ്ഞു, മോനെ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ വയ്യ, ഭയങ്കര വിഷമം, നീ എന്നെ വീട്ടിൽ വരെ ഒന്ന് കൊണ്ടുവിടാമെങ്കിൽ വിട്. ഞാൻ ചോദിച്ചാൽ എന്താ കാര്യം? എൻ്റെ ഞാൻ ഇന്നൊരു കല്യാണത്തിന് പോയി. അവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ തലയും കാലം എല്ലാം ഇരുട്ടിച്ചു, കണ്ണിൽ ഇരുട്ട് കയറി, ഷുഗർ ഡൗണായി. ഞാൻ ഓർത്ത് ചത്തുപോകാൻ തുടങ്ങുകയെന്ന്. പിന്നെ ഒറ്റ മാർഗമുള്ളായിരുന്നു, ഞാൻ പെട്ടെന്ന് എടുത്ത് ചോറുണ്ട്, ഐസ്ക്രീം തിന്നു. എന്നിട്ടാണ് മാറിയ. എൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അപ്പം ഇവിടെ കുറേ എണ്ണം കൂടി തീരുമാനിക്കുകയാണ്, അച്ചായൻ ഉപവാസമാണെന്ന് പറഞ്ഞു കഴിച്ചു. ഇവൻ്റെയൊക്കെ സന്തതിക്ക് ഗുണം വരുമോ? ഒരു കാര്യം ഓർക്കണേ പ്രിയമുള്ളവരെ, കല്ലെറിയുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കണം. യേശു പഠിപ്പിച്ചത് കല്ല് താഴെയിടാനാ, കല്ല് താഴെയിടാനാ, കല്ല് താഴെയിടാനാ. കല്ല് താഴെയിടണമെന്ന് യേശുവിനെ പഠിപ്പിച്ചത് ആരാ? അപ്പനാണ്. നമ്മളറിയാതെ വീട്ടിൽ ഇരുന്ന് കുറ്റം പറയുമ്പോൾ തലമുറയുടെ കയ്യിൽ കല്ലെടുത്ത് കൊടുക്കുക. എറിയരുത്, എറിയരുത്, എറിയരുത്. ആരെയും കല്ലെറിയരുത്. മനസ്സിലായെങ്കിൽ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. കല്ലെറിയരുത് പ്രിയമുള്ളവരെ, കല്ലെറിയരുത്. ആരെ എന്തെറിയരുത്? കല്ലെറിയരുത്. പലർക്കും ഒരു മിടുക്കാണ്. വല്ലവിടെയും വീണവൻ്റെ കഥകൾ വീമ്പിളക്കി വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ യേശു തമ്പുരാൻ പഠിപ്പിച്ച ഒറ്റ മാർഗമുണ്ട്. നിങ്ങൾ പാപം ചെയ്യാത്തവർ ഇവരെ എന്തു ചെയ്യണം? കല്ലെറിയണം. അതുതന്നെയാണ് യേശുവിൻ്റെ മാർഗ്ഗം. ഒരിക്കൽ പത്രോസ് യേശുവിനോടൊപ്പം നിൽക്കുമ്പോഴാണ് യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ ചേവകർ വരുമ്പോൾ പത്രോസിനോട് യേശു പറഞ്ഞൊരു വാചകമുണ്ട്, നിൻ്റെ വാൾ എന്ത് ചെയ്യണം? ഉറയിലിടണം. അല്ലേ? വാൾ എന്ത് ചെയ്യണം? ഉറയിലിടണം. അതിന് മറ്റൊരാശയം കൂടെ ഉണ്ട്. വാൾ ഉറയിലിടണമെന്ന് പറഞ്ഞു. വാൾ ഉറയിലിടണമെന്ന് പറഞ്ഞാൽ യേശു മറ്റൊരർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയും. അതിന് മറ്റൊരർത്ഥമുണ്ട്. യേശുവിനെ അമ്മയായിരുന്ന മറിയത്തോട് ആ കുഞ്ഞിനെ കൈകളിലെന്തി ശിമിയോൻ പാട്ട് പാടുമ്പോൾ, നാഥ അടിയനെ സമാധാനത്തോടെ അയക്കണമേ എന്ന് ശിമിയോൻ പറയുമ്പോൾ, ശിമിയോൻ പറയുന്നൊരു വാക്കുണ്ട് മറിയത്തോട്, നിൻ്റെ പ്രാണനിൽ കൂടെ എന്ത് കിടക്കണം? വാള് കിടക്കണം. ഞാൻ അവിടെ ഒന്ന് ഇന്ന് ചിന്തിച്ചോട്ടെ. ഇന്ന് ഞാൻ കണ്ടിട്ടുള്ള ഒരു നല്ല ശതമാനം വിശ്വാസികളുടെ കൈ കല്ലുണ്ട്, അവിടെ കൈ വാളുണ്ട്. എന്തിനാ? മറ്റൊന്നിനുമല്ല. വല്ലവരും അടി വന്നാൽ അവർ ഓടും, പക്ഷേ അകത്തിരുന്നുകൊണ്ട് വെട്ടാൻ, അവരെന്നെ മുറിക്കാൻ, അവരെന്നെ എറിയാൻ നമ്മുടെ കൈ കല്ലും വാളും ഒക്കെ ഉണ്ട്. എന്നാൽ ചങ്കി വാളുള്ള ആരുണ്ട്? ചങ്കി വാളുള്ളവൻ്റെ ചങ്കിനകത്തൊരു വാളുണ്ടെങ്കിൽ അത് അവരെന്നെ മുറിക്കത്തില്ല. ഒരുവൻ തെറ്റിപ്പോയെന്ന് കണ്ട, ഒരുവൻ വീഴുമെന്ന് കണ്ട, ആ വാള് നിൻ്റെ ചങ്കിനെ മുറിക്കാൻ തുടങ്ങും. അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങും. പ്രിയമുള്ളവരെ, ഈ തലമുറയ്ക്ക് ആവശ്യം കൈ വാളുള്ളവനല്ല. സഭയ്ക്ക് ആവശ്യം കൈ വാളുള്ളവരെ അല്ല, കൈ കല്ലുള്ളവരെ അല്ല. അതിവിടെ RSകാരുടെയിലും BJPക്കാരുടെയിലും ഇവിടുത്തെ മുസ്ലിം തീവ്രവാദികളുടെ കയ്യിലൊക്കെ ഉണ്ടല്ലോ. അവിടെ കൈ വടിയും വാളും ഒക്കെ ഇരിക്കുമ്പോൾ പിന്നെ നമ്മുടെ കൈ വടിയും വാളും ഒന്നും വേണ്ട, നമുക്കിതിൻ്റെ ആവശ്യമില്ല. എന്നാൽ കൈ ചങ്കിനകത്ത് വാളുള്ള ഒരുവൻ എഴുന്നേക്കണം. അവൻ കരയാൻ തുടങ്ങും, അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങും, അവൻ ദൈവസന്നിധി വീണ്ടും നിലവിളിക്കാൻ തുടങ്ങും. മനസ്സിലായവർ ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്താട്ട്. വടിയില്ലാത്ത, കല്ലില്ലാത്ത, വാളില്ലാത്ത ഒരു സമൂഹം. എന്നാൽ അവിടെ ചങ്കിൽ എന്ത് വേണം? വാള് വേണം. ചങ്കി വാളുണ്ടെങ്കിൽ നീ വേദനിക്കുന്നതിൻ്റെ ഓരോ വേദനയും നിന്നെ കരയിപ്പിക്കാൻ തുടങ്ങും, നിന്നെ വേദനിപ്പിക്കാൻ തുടങ്ങും, അവൻ പ്രവർത്തിക്കാൻ തുടങ്ങും. മനസ്സിലായിട്ടുണ്ടോ? ചങ്കി വാള് വേണം. എനിക്കറിയാവുന്ന എൻ്റെ ഒരു സഹോദരനുണ്ട്, ബിജു തമ്പി. അദ്ദേഹം അനുഗ്രഹീത ഒരു കർത്തദാസനാണ്. ഇന്ന് മുംബൈ തെരുവിൽ
മുമ്പേ തെരുവിനകത്ത് അദ്ദേഹം ഒരു വലിയ പ്രവർത്തനം തുടങ്ങി. ഏതാണ്ട് 3000-ഓളം തെരുവ് കുഞ്ഞുങ്ങൾ എന്നും ഉച്ചയ്ക്ക് ഫീഡ് ചെയ്യപ്പെടുന്നുണ്ട്. ആ നിരവധി പ്രോസ്റ്റിറ്റ്യൂട്ട് റെഡ് സ്ട്രീറ്റിനകത്ത്, ചുവന്ന തെരുവിനകത്ത് സൈലൻ്റായിട്ടൊരു വർക്ക്. അവർക്ക് വേണ്ടി റെഡ് സ്ട്രീറ്റിനകത്തുള്ള വേശ്യ സ്ത്രീകൾക്ക് വേണ്ടി അദ്ദേഹം ഡേ കെയർ ഹോം തുടങ്ങി. എന്തിനാ? അവരുടെ കുഞ്ഞുങ്ങളെ എടുത്തു വളർത്താൻ. ഭയങ്കര ഡ്രാസ്റ്റിക്കായിട്ടുള്ള ഒരു ചലഞ്ചാണ്. പക്ഷേ ബിജു ഞാനും കൂടെ സംസാരിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാതെ വിഷമിച്ച ഒരു കാര്യമുണ്ട്. ഒരു ദിവസം ബിജു റെയിൽവേ സ്റ്റേഷനിൽ മുംബൈയിൽ ഇറങ്ങി ചെല്ലുമ്പോൾ അവൻ കണ്ട കാഴ്ച, ഒരു തെരുവ് കുട്ടിയെ ഒരു പോലീസ് എടുത്തിട്ട് അടിക്കുക. എന്ത് ചെയ്യാൻ? മനസ്സ് വല്ലാതെ നൊന്തു. എനിക്ക് എന്ത് ചെയ്യാനൊക്കും? അന്നേരം ചെന്നപ്പം കൈ കിട്ടിയ ഒരു പത്രത്തിലൊരു വാർത്ത കാണുന്നു. ഒരു തെരുവ് കുട്ടി കിടക്കുകയാണ്, അടുത്തൊരു പട്ടിക്കുട്ടി പ്രസവിച്ചൊരു പട്ടി കിടപ്പുണ്ട്. ഈ പട്ടിയുടെ പാല്, ആ സ്ഥലത്തിൽ നിന്ന് പാല് ഊറ്റിക്കൊടുക്കുന്ന ഒരു കുഞ്ഞിനെ കണ്ട്, പട്ടിപ്പാല് കുടിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ പത്രം ടൈംസ് ഓഫ് ഇന്ത്യയ്ക്ക് എത്തങ്ങാണ്ട് വന്നു. അവൻ്റെ മനസ്സ് മുറിഞ്ഞു. അവൻ ഇന്ന് വരെ പിന്നെ ബോംബെ വിട്ടു പോയിട്ടില്ല. ബോംബെ അവൻ്റെ നഗരമാക്കി മാറ്റി. അവിടെ വലിയൊരു പ്രവൃത്തി നടക്കുക. അനുഗ്രഹിക്കപ്പെട്ട പലരുടെയും പ്രവർത്തനങ്ങൾ ഇന്ന് പ്രിയമുള്ളവരെ പടർന്ന് പന്തലിച്ച് വലിയ ഇമ്പാക്റ്റ് സമൂഹത്തിൽ ഉണ്ടാക്കുമ്പോൾ മദർ തെരേസ ഉൾപ്പെടെയുള്ള ഫാദർ ഡാമിയൻ ഉൾപ്പെടെയുള്ളവരുടെ ഹൃദയത്തിനകത്ത് ഒരു വാളുണ്ടായിരുന്നു. അവിടെ വേദന കണ്ടപ്പോൾ ആ ചങ്ക് മുറിഞ്ഞവർ ആ മുറിഞ്ഞിടത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുത്താനായിട്ട് അവരെ തന്നെ ഏൽപ്പിച്ചു. എന്നാൽ കൈ വാളുള്ളവൻ്റെ കയ്യിൽ അവൻ്റെ കൈ മാസികയുണ്ട്. നമ്മുടെ എല്ലാ അച്ചായന്മാരുടെ കൈ മാസികയുണ്ട്. മാസികയ്ക്കകത്ത് എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം കൈ കല്ലുണ്ട്. ഇത് താഴെ ഇട്ടിട്ട് ചങ്കിനകത്തൊരു വാളുണ്ടായിരുന്നെങ്കിൽ എമ്പുണ്ട് ഈ ഭാരതം യേശുവിനെ അറിഞ്ഞേനെ. ഇന്ന് രാത്രി മനസ്സിലായ ദൈവമക്കള്, നമ്മുടെ കൈകളിലെ വാള് വേണ്ട, നമ്മുടെ കൈ കല്ല് വേണ്ട, നമ്മുടെ ചങ്കിനകത്തൊരു കല്ല് വേണം, നമ്മുടെ ചങ്കിനകത്ത് വാള് വേണം. മനസ്സിലായവർ ഒരു നിമിഷം ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ട് കയ്യിലെ കല്ലുകൾ താഴെ ഇടണം. ഇത് യേശുവിനെ പഠിപ്പിച്ചത് ആരാ? യോസഫാണ്. സ്ത്രീയെ എന്തെറിയരുത്? കല്ലെറിയരുത്. നോക്കണം, മുമ്പോട്ടുള്ള അനുഭവങ്ങളെല്ലാം അത് കാണുന്നുണ്ട്. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഇവരെന്തെല്ലാം യേശുവിനെ സ്വാധീനിച്ചെന്ന് നോക്ക്. അത് കഴിഞ്ഞിട്ട് മറിയം ഈ ഗർഭവതിയായി. മറിയത്തോട് പരിശുദ്ധാത്മാവ് വന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 1-2 അധ്യായങ്ങളിലൂടെയൊക്കെ നമ്മളൊക്കെ പോകുമ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ചകളുണ്ട്. ഇവിടെ ആദ്യ നാളുകൾ, ഈ നാളുകളിൽ മറിയം സ്വയം ശുശ്രൂഷിക്കപ്പെടേണ്ടവളാണ്. അവളെ ആരെങ്കിലുമൊക്കെ ശുശ്രൂഷിക്കേണ്ടവളാണ്. പക്ഷേ ഈ സമയത്ത് മറിയ എഴുന്നേറ്റ് പോയി. ആരെ തേടിപ്പോയി? എലിസബത്തിനെ പോയി. എത്ര നാൾ ശുശ്രൂഷിച്ചു? 3 മാസം. ആര് ചെയ്യും? ഗർഭിണിയായിരുന്ന മറിയം എഴുന്നേറ്റ് പോയി ആ എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ. 1-2 ദിവസമല്ല, എത്ര നാൾ? 3 മാസം. 9-ാം മാസം വരെ, അവളുടെ പ്രസവകാലം അടുക്കുന്നതിനും വരെ എലിസബത്തിനെ ശുശ്രൂഷിക്കുക. അപ്പോൾ ഈ കുഞ്ഞ് എവിടെ കിടപ്പുണ്ട്? വയറ്റിൽ കിടപ്പുണ്ട്. പ്രിയമുള്ളവരെ, ശുശ്രൂഷിക്കണം, അവരനെ ശുശ്രൂഷിക്കണം. 3 മാസം തൻ്റെ വേദന മറന്ന്, തന്നെ മറന്ന് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ യേശുവിനെ പഠിപ്പിച്ചത് ആരാ? മറിയമാണ്. അതുകൊണ്ട് തന്നെ മരണത്തിൻ്റെ വേദന മുമ്പിൽ കാണുമ്പോൾ യേശു ചെയ്തൊരു കാര്യമുണ്ട്. അവൻ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരി വെച്ച് അരയിൽ തോർത്തെടുത്ത് ശിഷ്യന്മാരെ എന്ത് കഴുകി? കാല് കഴുകാൻ തുടങ്ങി, പാദങ്ങൾ കഴുകാൻ തുടങ്ങി. അവരനെ ശുശ്രൂഷിക്കണമെന്നും വേദനിക്കപ്പെടുന്നവൻ്റെ കൂടെ പോയി ഇരിക്കണമെന്നും തൻ്റെ സമയം അവർക്ക് കൊടുക്കണമെന്നും അവരെ ശുശ്രൂഷിക്കണമെന്നും യേശുവിനെ പഠിപ്പിച്ചത് ആരാണെന്നറിയാമോ? അതിൻ്റെ പിന്നിലൊരു അമ്മയുണ്ട്. ആ അമ്മയാണ് യേശുവിനെ ശുശ്രൂഷിക്കാനായിട്ട് പഠിപ്പിച്ചത്. പ്രിയമുള്ളവരെ, സ്വർഗത്തെ വെടിഞ്ഞ് ഭൂമിയിലേക്ക് വന്ന എൻ്റെ യേശുവിനെ ഒരമ്മ സ്വാധീനിക്കാൻ കഴിഞ്ഞെങ്കിൽ അതിനും എത്രയോ വലുതായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ അമ്മ ശുശ്രൂഷിക്കാൻ തുടങ്ങി. യേശു എന്ത് ചെയ്തു? ശുശ്രൂഷിച്ചു. അപ്പോൾ യേശുവിനെ ശുശ്രൂഷ പഠിപ്പിച്ചത് ആരാ? അമ്മയാണ്, അല്ലേ? യേശുവിനെ ശുശ്രൂഷ പഠിപ്പിച്ചത് ആരാ? അമ്മയാണ്. ഇത് നമ്മുടെ മക്കൾ ആരെങ്കിലും ഒന്ന് യോഗം കഴിഞ്ഞ് കൊണ്ട വിട്ടിട്ട് വന്നാൽ പറയും, അവൻ ഇച്ചു നേരം സഭയിൽ നിന്ന് പൊന്നുമോനെ പഠിക്കേണ്ട സമയത്ത് പഠിക്കണമടാ, വേണ്ടാത്ത അതൊക്കെ അതിനാടാ ഉപദേശിമാർ, നിൻ്റെ സമയം. ഇവിടെ ഒരു കൊച്ചനുണ്ട് എൻ്റെ പാസ്റ്ററേ, നാട്ടുകാർക്കെല്ലാം പ്രയോജനപ്പെടാം, പക്ഷേ വീട്ടിലൊരു ഗുണവും ഇല്ല പാസ്റ്ററേ, അവൻ എല്ലാവരുടെ ആവശ്യത്തിനും എല്ലാവർക്കും നല്ലവനാ പാസ്റ്ററേ, ഇങ്ങനെ നടന്നാൽ കാര്യം നടക്കുമോ പാസ്റ്ററേ? അവനവൻ്റെ കാര്യം നോക്കണ്ടേ മക്കൾ? ഈ പ്രിയമുള്ളവരെ, ആരെങ്കിലും ഒന്ന് ശുശ്രൂഷിക്കാൻ തുടങ്ങിയാൽ നമുക്ക് 1000 വാക്കാ തടസ്സപ്പെടുത്താൻ. പക്ഷേ ഒരു കാര്യം, യേശുവിനെ ശുശ്രൂഷ പഠിപ്പിച്ചത് ആരാ? അമ്മയാണ്. സ്വാധീനിക്കുകയാണ്, അമ്മ പഠിപ്പിക്കുകയാണ്, ശുശ്രൂഷ പഠിപ്പിക്കുകയാണ്. പിന്നെ നമുക്ക് മുമ്പോട്ട് നോക്കാം. അപ്പോൾ സ്വാധീനിക്കുമോ? വല്ലാതെ സ്വാധീനിക്കുമല്ലോ. യേശു ശുശ്രൂഷ പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് 12-ാമത്തെ വർഷമെത്തി. നമുക്ക് നോക്കാം. 2-ാം അധ്യായത്തിലേക്ക് വന്നാട്ട്, 2-ാം അധ്യായത്തിൽ 40-ാമത്തെ വാക്യം നോക്കിയേ. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു,
ആത്മാവിൽ ബലപ്പെട്ടു പോന്നു. ദൈവകൃപയും അവൻ്റെ മേലെ ഉണ്ടായിരുന്നു. അപ്പോൾ യേശു കർത്താവ് വളരുകയാണ്. പൈതൽ വളരുന്നു, ജ്ഞാനം നിറയുന്നു, ആത്മാവിൽ ബലപ്പെടുന്നു, ദൈവകൃപ അവൻ്റെ മേലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് കാണുന്നൊരു കാര്യം 41-ാം വാക്യം, അവൻ്റെ അമ്മയപ്പന്മാർ എന്ത് ചെയ്യുമായിരുന്നു? ആണ്ടുതോറും എവിടെ പോകുമായിരുന്നു? പെസഹ പെരുന്നാളിന് യെരുശലേമിൽ പോകുമായിരുന്നു. അപ്പം പെസഹ പെരുന്നാളിന് യെരുശലേമിൽ പോകും. എങ്ങനെ പോകുമായിരുന്നു? അടിവരയിട്ട് ചിന്തിക്കണം. അവരെപ്പം പോകുമായിരുന്നു? നോക്കിക്കേ, ആണ്ട് തോറും എന്ന് പറഞ്ഞാൽ എല്ലാ വർഷത്തെയും ഈ യേശുവിൻ്റെ അപ്പനും അമ്മയും ഈ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് ഒട്ടും മടി കൂടാതെ എവിടെ പോകുമായിരുന്നു? പെസഹ പെരുന്നാളിന് പോകുമായിരുന്നു. എവിടെയൊക്കെ? യെരുശലേമിലേക്ക്. എന്ത് കഷ്ടപ്പാടെന്നറിയാമോ? ഇന്നത്തെ പോലെ വണ്ടിയൊന്നും ഇല്ല. നാസറേത്തിൽ നിന്ന് നടന്ന് ഈ അപ്പനും അമ്മയും യേശുവിനെയും കൂട്ടിക്കൊണ്ട് നടന്ന് എത്ര ദിവസത്തെ വഴിയാണ്. ഇടയ്ക്ക് യേശുവിനെ ഒന്ന് കാണാതെ വരുമ്പം തന്നെ ഏതാണ്ടൊരു 3 ദിവസം എടുക്കുന്നുണ്ട്. അപ്പം ദിവസങ്ങളുടെ യാത്ര, ഹാലേൽ ഗീതങ്ങളൊക്കെ എന്ന് പറയുന്ന സങ്കീർത്തന ഭാഗങ്ങളൊക്കെ പാടിക്കൊണ്ട് ഇവർ യെരുശലേമിലേക്ക് നടക്കുകയാണ്. ഒരുമിച്ചുള്ള യാത്രയാണ്. ആ യാത്രയിൽ ഒരു പ്രാവശ്യം പോലും ആരാധന മുടക്കാതെ പതിവ് പോലെ ആണ്ടുതോറും മുടങ്ങാതെ ആരാധനയ്ക്ക് പോകുന്ന ഒരു കുടുംബമായിരുന്നു. ആരുടെ കുടുംബം? യേശുവിൻ്റെ കുടുംബം, നസറത്തിലെ കുടുംബം. യോസഫും മറിയയും എല്ലാ വർഷവും എവിടെ പോകുമായിരുന്നു? ആരാധനയ്ക്ക് പോകുമായിരുന്നു. പ്രിയമുള്ളവരെ, ആരാധനയ്ക്ക് ഈ യേശുവിനെ കൂട്ടിക്കൊണ്ട് അവർ പോയതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാമോ? ഒരു ദിവസം പോലും രാത്രി മുടങ്ങാതെ പരസ്യ ശുശ്രൂഷ എല്ലാം അവസാനിച്ചിട്ട് എന്നും രാത്രി പ്രാർത്ഥിക്കാൻ മലയുടെ മുകളിൽ ഒരു യേശു കർത്താവ് കടന്നു പോകുമായിരുന്നു. പെരുന്നാളുകളിൽ അവൻ പോയി പ്രസംഗിക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, പെരുന്നാളിന് പള്ളിയിൽ പോകണമെന്ന്, ആരാധന മുടങ്ങാതെ പങ്കെടുക്കണമെന്ന്, അവിടെ പോയി പ്രസംഗിക്കണമെന്ന് എൻ്റെ യേശുവിനെ പള്ളി പഠിപ്പിച്ചത്, ആരാധന പഠിപ്പിച്ചത് ആരാന്നറിയാമോ? ഒരപ്പനും അമ്മയാ. പതിവ് പോലെ എവിടെ പോകുമായിരുന്നു? ആരാധനയ്ക്ക് പോകുമായിരുന്നു. അപ്പോൾ ഈ കുടുംബം എന്തിനു പ്രാധാന്യം കൊടുത്തു? ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്തു. ആരാധന മുടക്കത്തില്ല, ഉപവാസ പ്രാർത്ഥന മുടക്കത്തില്ല, സഭായോഗം മുടക്കത്തില്ല. വളരെ ഇൻട്രസ്റ്റോടെ പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഒരു കാര്യം ഓർത്തോണേ, നമ്മളറിയാതെ കുഞ്ഞുങ്ങൾക്ക് കൈമാറ്റം ചെയ്യുന്നൊരു സന്ദേശമുണ്ട്. ഇതൊരു പരമപ്രധാനമായ കാര്യമാണ്. പക്ഷേ ഇതിലും പ്രാധാന്യം ചിലപ്പം നമ്മൾ പലതിനും കൊടുക്കുമായിരിക്കും. നിങ്ങൾക്കറിയോ, ഞാൻ SLCക്ക് നല്ല മാർക്കോടെ പാസ്സായവനാ. പ്രീ ഡിഗ്രിക്കോ അമ്പേ പൊട്ടിപ്പോയെന്ന് പറയത്തില്ലല്ലോ. അന്നൊക്കെ മലയാളം കിട്ടി, ഇംഗ്ലീഷ് എഴുതിയില്ല, സബ്ജക്റ്റ് പോയി, ഇങ്ങനെയൊക്കെ പറയത്തുള്ളൂ. തോറ്റെന്ന് പറയത്തില്ല. പക്ഷേ SLCക്കോ ഭയങ്കര മാർക്കായിരുന്നു, നല്ല മാർക്ക്. SLC പരീക്ഷ നടക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ 40 ദിവസത്തെ ഉപവാസം നടക്കും. അതിനിടയ്ക്കിരുന്ന പരീക്ഷ എഴുതി. എനിക്ക് 80% അടുത്ത മാർക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ മേളത്തെ കൊച്ചൻ തോറ്റുപോയി. അവൻ പറഞ്ഞു, താഴെ പ്രാർത്ഥന നടന്നുകൊണ്ടാണ് ഞാൻ തോറ്റുപോയത്. അപ്പോൾ എല്ലാവരും ചോദിച്ചാൽ എങ്ങനെയാണ് പിന്നെ അവനെങ്ങനെയാണ് ഇത്രയും മാർക്ക് കിട്ടിയത്? അങ്ങനെ ആ വാചകവാടി അവൻ്റെ മുൾമുന ഒടിഞ്ഞു പോയത്. അപ്പോൾ നോക്കണേ എൻ്റെ പ്രിയമുള്ളവരെ, അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ പോയി. അപ്പം ഞായറാഴ്ച പ്രാക്ടിക്കലിൻ്റെ ഈ ട്യൂഷനുണ്ട്. അപ്പം ഞാൻ ഞായറാഴ്ച ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്തിട്ട് ഞായറാഴ്ച 11:30 ആകുമ്പോൾ സഭായോഗത്തിന് ഇടയ്ക്ക് ഇറങ്ങിയിട്ട് എന്തിനു പോയി? പ്രാക്ടിക്കലിൻ്റെ ട്യൂഷന് പോയി. അങ്ങനെ സബ്ജക്റ്റ് പോയി, മലയാളം കിട്ടി, ഇംഗ്ലീഷ് എഴുതിയില്ല. അങ്ങനെ മൊത്തം പോയി. ഒരു കാര്യം പ്രിയമുള്ളവരെ, ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ എന്തോ ഉച്ചകുത്തി മറിഞ്ഞാലും ഒരു കാര്യമില്ല. വെള്ളത്തിൽ വരച്ച വരവരേ ഉള്ളൂ. എന്നാൽ മുഖ്യസ്ഥാനം യേശുവിന് കൊടുക്കാമെങ്കിൽ അതിൻ്റെ പിന്നാലെ സകലതും ദൈവം ചെയ്യും. ഇത് യേശുവിനെ പഠിപ്പിച്ചത് ആരാ? അപ്പനും അമ്മയാണ്. വളരെ കഷ്ടപ്പെട്ട് നടന്ന് അവരെവിടെ പോവുകയാണ്? മലയുടെ മുകളിലേക്ക് പോവുക. ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ട് മലയുടെ മുകളിലേക്ക് പോകുക. അപ്പോൾ മലയുടെ മുകളിൽ പോയിട്ട് യെരുശലേമിൽ പോവുക. യെരുശലേമിൽ പോയിട്ട് ഇവർ ആരാധന കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നോക്കിക്കേ, ഇവരെ ഓർത്തു യേശുവിനെ ഒരു ദിവസം കണ്ടിട്ടും ഇവർ തിരക്കിയില്ല. ഇവളെപ്പോഴാണ് തിരക്കിയെന്ന് നോക്കിയേ, അവൻ 43, അവന് 12 വയസ്സായപ്പോൾ പതിവ് പോലെ പെരുന്നാളിന് പോയി. 43-ാം വാക്യം, പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ബാലനായ യേശു യെരുശലേമിൽ താമസിച്ചു. അമ്മയപ്പന്മാരോ എന്ത് ചെയ്തില്ല? അറിഞ്ഞില്ല. അടുത്ത വാക്യം നോക്കി, സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും എന്ന് അവർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി പോന്നു. ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ ഒരു ദിവസം പോയിട്ടും ആരെ തിരക്കിയില്ല? യേശുവിനെ തിരക്കിയില്ല. ആരുടെ കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന് ഓർത്തു? സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന് ഓർത്തു. എൻ്റെ പൊന്നു പ്രിയമുള്ളത്, എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു പോയി ഈ ഭാഗം. ഒരു ദിവസം വേണ്ട, ഒരു 2 മിനിറ്റ് കൊച്ചിനെ കണ്ടില്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം ആരാധനയ്ക്ക് ഇടയ്ക്കിരിക്കുമ്പോൾ നമ്മൾ 10 വട്ടം കണ്ണ് തുറന്ന് നോക്കും. കൊച്ചെവിടെങ്ങാനും എന്തുണ്ടോ, ഇരിപ്പുണ്ടോ എന്ന് നോക്ക്. നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ, പിള്ളേരെങ്ങാനും 5 മിനിറ്റ് താമസിച്ചാൽ പിന്നെ നമ്മുടെ ഇവൻ ബൈക്കേ വരിക, അതിനിടയ്ക്ക് 50 വട്ടം മൊബൈൽ വിളിച്ചാൽ പോലീസ് വിളിക്കും. അതൊന്നും നമുക്ക് അറിയണ്ട. എന്നാലും കുണുകുണാന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കും?
വിളിച്ചുകൊണ്ടിരിക്കും. അവൻ യാത്രയില്ല, അവനൊന്ന് വരട്ടെ സമ്മതിക്കത്തില്ല, കുണുകുണുകുണാന്ന് വിളിച്ചുകൊണ്ടിരിക്കും. ഇതിനിടയ്ക്ക് പോലീസ് പിടിക്കും, എന്തെല്ലാം പ്രശ്നം. അതൊന്നുമില്ല, അവൻ വിളിയാ. കാരണം അമ്മയ്ക്ക് എന്തോ കയറി, ടെൻഷൻ കയറി അല്ലേ. പിള്ളേരെ കണ്ടില്ല, നമ്മളൊക്കെ അമ്മയുടെ വയറ്റിൽ നിന്ന് എന്ത് കയറുമെന്നറിയാമോ? ഇവിടുന്ന് ഒരു സാധനം എങ്ങോട്ട് കയറും? മേപ്പോട്ട് കയറും. ആദി കയറത്തില്ലേ? കയറും. ഈ ആദി എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ നമ്മുടെ അമ്മയ്ക്ക് ഇതേ ആദിയായിരുന്നു. 5 മിനിറ്റ് നമ്മളെ കണ്ടില്ലേ, അമ്മയ്ക്കും എന്ത് കയറുമായിരുന്നു? ആദി കയറുമായിരുന്നു. പക്ഷേ യേശുവിൻ്റെ അമ്മയ്ക്ക് എന്തോ ഇല്ലായിരുന്നു? ആദി ഇല്ലായിരുന്നു. അതുകൊണ്ട് യേശുവിന് എന്തോ ഇല്ലായിരുന്നു? ആദി ഇല്ലായിരുന്നു. യേശുവിന് ആദി എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു? ഇല്ല. നാളെക്കുറിച്ച് എന്ത് ചെയ്യരുത്? വിചാരപ്പെടരുത്. വയലിലെ ഈ അമ്മയാണ് ഈ കൊച്ചിനെ ആദ്യം പഠിപ്പിക്കുന്നത്. അവനെങ്ങാണ് സമാധാനം, ഡാ ഇരുന്നോടാ, അടുത്ത ആഴ്ച പരീക്ഷ അല്ലടാ എന്ന് പറഞ്ഞ് അവനെ അങ്ങോട്ട് പേടിപ്പിക്കും. അപ്പം അവൻ എന്തോ കയറി? ആദി കയറി അല്ലേ. അപ്പോൾ ഈ ആദിയെല്ലാം ഈ കൊച്ചുങ്ങൾക്ക് ഉണ്ടാക്കുന്ന ആരാണ്? നമ്മളൊന്ന് മര്യാദയ്ക്കിരുന്ന ഈ പിള്ളേർ സമാധാനത്തോടെ ജീവിച്ചോളൂ. പക്ഷേ നമുക്കോ സമാധാനമില്ല, ആർക്കും എന്തോ കൊടുക്കത്തുമില്ല, സമാധാനം കൊടുക്കത്തുമില്ല അല്ലേ. പിന്നെ എൻ്റെ പാസ്റ്ററേ, ഈ ഇവർക്ക് ഒരു ചിന്തയേ ഇല്ല, ഒരു ടെൻഷനും ഇല്ല. എനിക്കറിയാൻ വയ്യ, ഈ മനുഷ്യന് ഒരു ടെൻഷനും ഇല്ല. എനിക്കാണ് ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കാൻ വയ്യ അല്ലേ. അങ്ങേർക്കാണെങ്കിൽ ഒരു ടെൻഷനും ഇല്ല. അങ്ങേർക്ക് ടെൻഷൻ ഇല്ലെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ടെൻഷൻ അല്ലേ. അപ്പം പ്രിയമുള്ള സത്യമാണ്, നമ്മുടെ ഏറ്റവും വലിയ ടെൻഷൻ എൻ്റെ പാസ്റ്ററേ, ഈ പുള്ളിക്കാരന് ഒരു ചിന്തയേ ഇല്ല, ഇതെങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത് എനിക്കറിയാൻ വയ്യ. നമുക്കാണെങ്കിൽ ഊണില്ല, ഉറക്കമില്ല, ഒന്നുമില്ല. എൻ്റെ പൊന്നു മോളെ, നീ ചുമ്മാ ഇരുന്നാൽ മതി. കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്, നാളെക്കുറിച്ച് നീ എന്ത് ചെയ്യേ വേണ്ട, വിചാരപ്പെടുകയോ വേണ്ട. വേണോ? വേണ്ട. അപ്പോൾ യേശുവിൻ്റെ അമ്മയ്ക്ക് എന്തോ ഇല്ലായിരുന്നു? ടെൻഷനേ ഇല്ലായിരുന്നു. ഒന്ന് സ്വതന്ത്രം ചെയ്തായിട്ട് ടെൻഷൻ ഫ്രീ ആയിരുന്നു. അതുകൊണ്ട് യേശു കുഞ്ഞിന് എന്തോ ഇല്ലായിരുന്നു? ടെൻഷനേ ഇല്ലായിരുന്നു. സത്യത്തിൽ ഈ പിള്ളേർക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന ആരാ? ഇവരെ ടെൻഷൻ പഠിപ്പിക്കുന്ന ആരാ? നമ്മളാണ്. സത്യമാണ്. നമ്മുടെ ടെൻഷൻ മുഴുവൻ നമ്മൾ എങ്ങോട്ട് ഇട്ട് കൊടുക്കുക? അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അല്ലേ. പരീക്ഷയാകുമ്പം പിള്ളേർക്കാണോ ടെൻഷൻ? നമുക്കാണോ ടെൻഷൻ? നമുക്കാണ് ടെൻഷൻ. നമ്മുടെ ടെൻഷൻ ഓർത്താണ് തോറ്റ പിള്ളേർ പലരും ആത്മഹത്യ ചെയ്യുന്നത്, വീട്ടിൽ വരാത്തത്. കാരണം തോറ്റ ജീവിതത്തെ ഫേസ് ചെയ്യാനല്ല അവർക്ക് പേടി. തോറ്റിട്ട് വരുമ്പോൾ ആരെ കാണാൻ വയ്യ? അമ്മയെ കാണാൻ വയ്യ. ജീവിതത്തിൽ പലപ്പോഴും തോൽവികൾ പറ്റുമ്പോൾ ഫേസ് ചെയ്യാൻ വയ്യാത്തത് നാട്ടുകാരെ അല്ല, പ്രിയമുള്ളവരെ, വീട്ടുകാരെ അല്ല, അമ്മമാരെ. എങ്ങനെ അമ്മയെ നോക്കും? പക്ഷേ പ്രിയമുള്ളവരെ, അചഞ്ചലമായി നിൽക്കുന്ന ചിലർ വേണം. എന്നാൽ മാത്രമേ തോൽവിയുടെ ലോകം. ഇതൊക്കെയാണോ ജീവിതം? അല്ല, ഇതിനപ്പുറത്തൊരു ജീവിതം ഇല്ലേ? നമ്മുടെ കൈ കിട്ടുന്ന മാർക്കോ റാങ്കോ ആണോ നാളെ എന്താവുമെന്ന്? SLCക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയ, റാങ്ക് കിട്ടിയ മുഴുവൻ പേരുടെ ചരിത്രം നോക്കിക്കോ. അവരെല്ലാം കൂടി എന്നാൽ അധ്യാപകരായി, എഞ്ചിനീയറായി, അത്രയൊക്കെ ഉള്ളൂ. എന്നാൽ അവിടെ SLC തോറ്റ അവിടെ നടന്നവൻ ഇപ്പം കോടീശ്വരം ബിസിനസ് നടത്തുക. അവൻ ആര്? റിയൽ എസ്റ്റേറ്റ് നടത്തി. അപ്പം ആരാ എടുക്കാൻ? സത്യം പറഞ്ഞാൽ റാങ്കുകാരൻ മുഴുവൻ കൂടി എന്നാൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായി അവിടെ ഇരിപ്പുണ്ട്. മറ്റോമാരോ അവനെ വിലയ്ക്ക് അവൻ SLC തോറ്റിട്ട് കാശുണ്ടാക്കി ഹോസ്പിറ്റൽ പണിതു, അവിടെ റാങ്ക് മേടിച്ചവൻ ആരായി? ഡോക്ടറായി, മറ്റവൻ MD ആയി. ഇത്രേ ഉള്ളതേ. സത്യമല്ലേ അല്ലേ? അപ്പോൾ SLCക്ക് തോറ്റവൻ ഇവൻ SLCക്ക് പഠിച്ച് IPS കാരനായി. SLCക്ക് തോറ്റ് കല്ലെറിഞ്ഞവൻ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് മന്ത്രിയായി. IPS കാരൻ ആർക്ക് സല്യൂട്ട് അടിക്കണം? മന്ത്രിക്ക് സല്യൂട്ട് അടിക്കണം. ഇവന് റാങ്ക്, അവന് മുട്ടപ്പൂജ്യം, അവൻ തോറ്റു. ഇത്രയേ ഉള്ളൂ ലോകം. അപ്പം നമ്മൾ നാളെ എന്താകുമെന്ന് തീരുമാനിക്കുന്ന ആരല്ല. നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഈ പേപ്പറൊന്നും അല്ലെന്ന്, അതിനപ്പുറത്തൊരു ദൈവം ഉണ്ടെന്ന് ആ ബോധ്യമല്ലേ നമ്മളാക്കുന്നത്. ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താണ്. ടെൻഷൻ വേണ്ടാന്നൊന്നും അല്ല, പഠിക്കരുതെന്നൊന്നും അല്ല, ഇതൊന്നും അല്ല നമ്മളെ നിശ്ചയിക്കാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്കായി ഒരു ശുഭഭാവി കരുതുന്നുണ്ടെന്ന്, അത് നിങ്ങളുടെ നന്മയ്ക്കാണെന്നും അത് തിന്മയ്ക്കല്ലെന്നും കരുതി ഒരു ഭാവി ഒരുക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള ബോധ്യമാണ് നമുക്ക് പ്രിയമുള്ളവരെ ധൈര്യം തരുന്നത് അല്ലേ. നമുക്ക് ഭയങ്കര ഭയമാണ്. ഭയം എന്നുള്ളൊരു വാക്ക് അത് എന്തുകൊണ്ടുണ്ടാകുന്ന? ഭയത്തിൻ്റെ ഇപ്പുറത്ത് ആന്നൊരു വാക്കിട്ടേ, അഭയം. എന്നെടുത്ത് കളഞ്ഞേ ഭയം. അപ്പം ഇല്ലാത്തതുകൊണ്ടാണ് എന്തോ ഉണ്ടാകുന്നത്? ഭയം ഉണ്ടാകുന്നത്. അഭയം ഇല്ലാത്തതുകൊണ്ട് എടുത്തിട്ട് ഭയം മാറും. ഭയം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഒരു അഭയബോധം ഇല്ലാത്തതുകൊണ്ടാണ്. യഹോവ എൻ്റെ സങ്കേതവും ബലവും, കഷ്ടങ്ങളിൽ ഏറ്റുമെടുത്ത തുണയും. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാൽ, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും, അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം എന്ത് ചെയ്യുകയില്ല?
ഭയപ്പെടുകയില്ല. കാരണം ആരാണ്? യഹോവ അതിൻ്റെ മധ്യയുണ്ട്, ദൈവം അതിൻ്റെ മധ്യയുണ്ട്. ആ ബോധ്യമുള്ളവന് അവന് ഭയങ്കര ധൈര്യമായിരിക്കും, അവന് ഭയങ്കര പ്രത്യാശയായിരിക്കും, അവന് ഭയങ്കര ഉറപ്പായിരിക്കും. ഇന്ന് രാത്രി ഭയങ്ങൾ മാറിപ്പോകുവാൻ ദൈവം ഇടയാക്കട്ടെ. അതൊരു സ്പിരിറ്റാണ്, അതൊരു ദുരാത്മാവാണ്. അമിതമായ ആശങ്കയിടുന്ന ആദിയിടുന്നത് ഒരു ദുരാത്മാവാണ്. ആ ദുരാത്മാവിനോട് യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോകാനുള്ള അധികാരം ഭയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തരുന്നത്. ഭയം ഒരിക്കലും ദൈവത്തിൽ നിന്ന് വരുന്നതല്ല, അല്ലേ? തുറന്ന സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. അപ്പം നോക്കുക, യേശുവിൻ്റെ അപ്പനും അമ്മയ്ക്ക് എന്തില്ലായിരുന്നു? ഭയമില്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കൂളായിട്ട് കിടക്കുക. ഒരിക്കൽ ഞാനൊരു വീട്ടിൽ ഇരിക്കുകയാണ്. ആ പെൺകുട്ടിയുടെ അപ്പം മരിച്ചുപോയി. അയ്യോ, അവ കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടി, അവിടെ അച്ചായൻ മരിച്ചു. ഞാൻ നോക്കുമ്പോൾ ഈ കൊച്ചു ശവം അങ്ങോട്ട് എടുത്തു, പിടുക്കുമോ താഴെ വീണു, മയങ്ങിപ്പോയി. എന്നിട്ട് ഇവിടെ കയ്യും കാലും എല്ലാം കൂടെ കോച്ചി വലിച്ചിങ്ങനെ. അപ്പം ഞാൻ ഓടി വന്നിട്ട് പറഞ്ഞു, സമുദായക്കാരാ, മക്കളെ എല്ലാവരും ഒന്ന് മാറിയുന്നേ, ഇച്ചിരി വെട്ടം വിളിച്ചൊക്കെ ആ പെണ്ണ് കിട്ടിയിട്ട്. എന്നിട്ട് ആരെങ്കിലും അമ്മ ഒന്നിട്ട് വരുന്ന എൻ്റെ കൈയൊക്കെ ഒന്ന് തിരുമ്മി കൊടുത്തേ. അപ്പോൾ എല്ലാവരും കൂടെ കയ്യും കാലും ഒക്കെ തിരുമ്മുകയാണ്. കൊച്ചു മയങ്ങി ചായ പോയേന്ന് പറയുകയാണ്. ഇതിനിടയ്ക്ക് ആരാണ്ട് ചോദിച്ചു, ഇനി നിൻ്റെ ഇവിടെ കൊച്ച എന്ത് ചെയ്യാൻ ചോദിക്കുകയും, അവൾ എൻ്റെ കൊച്ചേന്നും പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേക്ക് ഒരു ഓട്ടോ. അപ്പോൾ ഇത്ര നേരം ഇവൾ കാണിച്ച എന്താണെന്ന് എനിക്കറിയത്തില്ല. അവിടെ മയക്കവും പോയി, അവിടെ ഭീതിയും പോയി, അവിടെ കോച്ചിപ്പിടുത്തവും പോയി, എല്ലാം പോയി. ആരാണ്ട് ചോദിച്ചോളൂ, ഇവിടെ കൊച്ചെന്ത് ചെയ്യുന്നു? ഒറ്റ ഓട്ടം. അപ്പോൾ ഇതല്ല നമ്മുടെ ടെൻഷൻ. പക്ഷേ യേശുവിൻ്റെ അപ്പനും അമ്മയും ഒരു ദിവസം കഴിഞ്ഞിട്ടും ആരെ തിരക്കിയില്ല, കൊച്ചിനെ തിരക്കിയില്ല. എന്തോരു അമ്മയാണ്, ക്രൂരെന്നൊക്കെ പറയും. ക്രൂരയൊന്നുമല്ല, ആ പിള്ളേരങ്ങ് വളർന്നോളും. ആരുണ്ട്? ദൈവമുണ്ട്. സത്യമല്ലേ? നമ്മൾ നോക്കുന്നുകൊണ്ടാണോ ഈ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്നത്, അതോ ദൈവമാണോ? ദൈവമാണ്, അല്ലേ? നമ്മൾ നോക്കിയാൽ സൂക്ഷിക്കാൻ ഒക്കുമോ? ഇല്ല. ഒരിക്കൽ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ച്, ഞങ്ങളുടെ വീട്ടിലായിരുന്നു ആദ്യം ആരാധന, ഇപ്പം ചർച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം വീട്ടിൽ ആരാധന നടക്കുന്ന സമയത്ത് അന്ന് പള്ളിയുടെ തൊട്ട് കീഴുകയാണ്, റാന്നി വലിയ പള്ളി, കനാന പള്ളിയുടെ കീഴിലാണ്. അപ്പോൾ ഞങ്ങളും കനാന പശ്ചാത്തലത്തിൽ വിശ്വാസി വന്നതാണ്. അതുകൊണ്ട് ഭയങ്കര എന്താ പറയുന്നത്, വൈരാഗ്യത്തോടെ കാണുന്ന ഒരു കണ്ണുകളുണ്ടായിരുന്നു. അപ്പോൾ ചുറ്റുപാട് മുഴുവന്, അപ്പോൾ ഈ സമുദായത്തിൽ നിന്ന് ചെല്ലൊക്കെ യോഗത്തിന് വരും. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നറിയാമോ, അവിടെ ഞങ്ങളുടെ അപ്പുറത്തെ വീടിന് ഒരു 3-4 വീടിന് അപ്പുറത്തെ ഒരു അച്ചായനുണ്ട്. ഈ ഉർവശി ശാപം ഉപകാരമായെന്നൊക്കെ പറയുന്ന അപ്പോഴാണ്. ഇങ്ങനെയൊന്നും രാവിലെ അവിടെ വന്ന് നിൽക്കും. എന്തിനാണെന്നറിയാമോ? ആരെങ്കിലും പള്ളിക്കാർ ഇങ്ങോട്ട് കയറുന്നുണ്ടെന്ന് അറിയാൻ. എന്നിട്ട് അങ്ങേര് പോയി അച്ഛന് റിപ്പോർട്ട് കൊടുക്കുക. അന്ന് ഉച്ച കഴിഞ്ഞ് അച്ഛനെയും കൂട്ടി ആ വീട്ടിൽ പോയി. ഈയുടെ ജോലിയാണ് ആ ജോലി. രാവിലെ വന്ന് അവിടെ നിൽക്കുക. എന്നിട്ട് അവിടെ വന്ന് നിൽക്കും. പള്ളി ഇപ്പോൾ അച്ഛനോട് പറയും, വൈകിട്ട് അച്ഛനെയും കൊണ്ടുപോകും. ഒരു ദിവസം ഇയാൾ പള്ളി കഴിഞ്ഞിട്ട് ഇയാൾ രാവിലെ അവിടെ നിന്നു. അപ്പോൾ ഒരു അമ്മയും മോനും എല്ലാം കൂടെ കയറിപ്പോന്ന് കണ്ടു. ഇയാൾ കഴിഞ്ഞിട്ട് പള്ളി പോയിട്ട് തിരിച്ച് അയാൾ പള്ളി കഴിഞ്ഞ് റോഡെ സൈക്കിളെ ഓട്ടി ഇങ്ങനെ ടൗണിലോട്ട് പോകുമ്പോൾ ഒരു നാടോടി കൊച്ചുങ്ങൾ ഒരു കൊച്ചിനെയും കൊണ്ട് പോകുന്നു. അപ്പോൾ ഇയാൾക്കൊരു ചിന്ത, ഈ കൊച്ചിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോഴാണ് ഇയാൾ ചിന്തിച്ചത്, രാവിലെ അവിടെ വന്ന് അയാളുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ ഈ അമ്മയും കൊച്ചും കൂടെ കയറി, അയ്യോ ഇത് ആ ചർച്ചിലോട്ട് കയറി പോയ കൊച്ചാണ്. പുള്ളിക്കൊരു സംശയം. പുള്ളി നാട്ടുകാരെല്ലാം വിളിച്ച് കൂട്ടി അവിടെ പിടിച്ച് നിർത്തി, ഈ ഇവരെ വിടരുത്, ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞുകൊണ്ട് സൈക്കിളെ ഓട്ടി ആരാനൊക്കെ ഇവിടുന്ന് കൊച്ചുങ്ങളെ എല്ലാം കാണാതെ പോയിട്ടുണ്ടോ. അപ്പോഴാണ് ആരാൻ നടക്കുന്നിടയ്ക്ക് ഒരു കൊഞ്ഞാറ്, എൻ്റെ കൊച്ചിനെ കാണുന്ന പറഞ്ഞിട്ട് ഒരു അമ്മ വന്നു ഓട്ടി. അവിടെ ചെന്നപ്പം താണ്ടേ ഇത് ആ കൊച്ച. ആര് കൊണ്ടുപോകാം? നാടി ഓടിക്കൊണ്ടു. നോക്കണേ, അവിടെ പള്ളിയിൽ നിന്ന് കാവലാക്കിയോ തന്നെ കണ്ടുപിടിച്ചു. ആരെയും കൊണ്ട് പോയി? കൊച്ചിനെ കൊണ്ടുപോയ. ഇതൊക്കെയാ ദൈവത്തിൻ്റെ പദ്ധതി, അല്ലേ? അങ്ങേരെയും കൊണ്ട് തന്നെ ദൈവം ആരെ കൊണ്ടിരിച്ചു? കൊച്ചിനെ കൊണ്ടിരിച്ചു. മറ്റൊരിടത്ത് ഒരു യോഗം നടക്കുമ്പോൾ 3 ദിവസം ഉപവാസ പ്രാർത്ഥന. ഒരു മദ്യപാൻ്റെ വീട്ടിൽ എന്തോ ചെയ്യാൻ ഈ കൊച്ചിനെ വേറൊരു കൊച്ചം അന്ന് വർഷങ്ങൾക്ക് മുമ്പാണിത്, ഒരു എനിക്ക് തോന്നുന്നു 17, 10, 20, 30 ഒരു 24 വർഷം മുമ്പ്. അപ്പോൾ അന്ന് ഈ രാത്രിയായി. ഈ കൊച്ചിനെ അവരുടെ വീട്ടിൽ ഒരു കൊച്ചേ ഉള്ളൂ. അവിടെ വന്ന ഒരു തമിഴിന് ഈ കൊച്ചിനെ വശത്താക്കി ഇവനെയും അടിച്ചുകൊണ്ട് പോയി. എന്തിനാണെന്നറിയാം? അത് കിഡ്നി റാക്കറ്റായിരുന്നു. കിഡ്നി അന്നൊരു വിഷയമില്ലേ, ബോംബെയിലെ കൊണ്ടുപോയി കിഡ്നി എടുക്കുന്ന ഗ്രൂപ്പിലായിരുന്നു. അപ്പോൾ ഇവൾ അങ്ങനത്തെ എന്തോ വലിയൊരു മാഫിയ ബന്ധമുള്ള ഒരുത്തൻ ഈ കുഞ്ഞിനെയും കൊണ്ടുപോയി. ഇവനെയും കൊണ്ടുപോയി വണ്ടി കയറി റാന്നിന്ന് പത്തനംതിട്ട വന്ന് കൊട്ടാരക്കര വന്ന് അങ്ങനെ നെടുമങ്ങാടി എന്നിട്ട് അവിടെ താമസിച്ചു. അപ്പോഴത്തേന് രാത്രി ഇയാൾ കിടന്ന് അലക്കുകയാണ്. ഇയാൾ പോയി വെള്ളം അടി. ഇയാളെന്ന് പറയാം, 3 ദിവസം ഉപവസിച്ചു, എൻ്റെ കൊച്ചിനെ കൊണ്ടുപോയില്ലേ, 3 ദിവസം നിങ്ങൾ വന്ന് ഇവിടുന്ന് പ്രാർത്ഥിച്ചു, എനിക്കൊരു ഗുണം കിട്ടി, എൻ്റെ കൊച്ചിനെ കൊണ്ടുപോ. നമ്മളിവിടെ പോയി കൊച്ചിനെ കൊണ്ടുവരുന്നു. നമ്മൾ അന്തം വിട്ടുപോയി. പ്രാർത്ഥനയോട് പ്രാർത്ഥന കേൾക്കണോ? രാവിലെ ഈ കൊച്ചിനെ എഴുന്നേറ്റുകൊണ്ട് റെയിൽവേ സ്റ്റേഷനോട്ട് പോവുക. കന്യാകുമാരി ജയന്തിക്ക് കയറിപ്പോകാൻ വേണ്ടി ഈ മനുഷ്യൻ രാവിലെ അവിടെ രാത്രി പോയിട്ട് ഈ കൊച്ചിനെ കൊണ്ട് ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കുറേ പൂജയൊക്കെ ചെയ്ത് ഇവനെ ഭസ്മമൊക്കെ ധരിപ്പിച്ചിട്ട്
അന്ന് രാത്രി വെളുപ്പിന് കന്യാകുമാരി ജയന്തിക്ക് ഇവനെ കൊണ്ടുപോകാൻ വേണ്ടി നെടുമങ്ങാട്ടുനിന്ന് പോകുമ്പോൾ നടന്ന സംഭവം കേൾക്കണോ? നെടുമങ്ങാട് പോലീസ്, അപ്പോൾ സഭയെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ കയറുകയും കറക്റ്റ് സമയം വന്നപ്പോൾ ഈ കൊണ്ടുപോയ മനുഷ്യൻ തല ചുറ്റി വീണു. പാറാവുകാരൻ ഇറങ്ങി വന്ന് ചോദിച്ചു. അപ്പോഴത്തേന് ഈ കൊച്ചൻ കരയാൻ തുടങ്ങി. പാറാവുകാരൻ ഇറങ്ങി വന്ന് ചോദിച്ചു, മോനെ എന്തോ പറ്റിയാടാ? അവൻ കരയാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ പോലീസുകാർക്കൊരു സംശയം. ഈ കൊച്ചനെ വിളിച്ചുകൊണ്ട് അകത്ത് പോയി ചോദ്യം ചെയ്തപ്പോൾ അവൻ പറഞ്ഞു, ഇങ്ങനെയെല്ലാം പറഞ്ഞു. അവർ പെട്ടെന്ന് റാന്നി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ അവിടെ പരാതി കിട്ടിയിട്ടുണ്ട്, പെട്ടെന്ന് വരാൻ പറഞ്ഞു. ഞങ്ങൾ ചെന്നപ്പോഴത്തേന് ഇവനെ പിടിച്ചിട്ടു. ഇവൻ കിഡ്നി റാക്കറ്റിൻ്റെ ആളായിരുന്നു. പ്രിയമുള്ളവരെ, കറക്റ്റ് പോലീസ് സ്റ്റേഷൻ്റെ പടിക്ക് കൊണ്ടുവന്നപ്പോൾ ഇവനെ തല ചുറ്റി താഴെ ഇടിപ്പിച്ചത് ആരാ? എൻ്റെ ദൈവമല്ലേ, എൻ്റെ ദൈവമല്ലേ. പിന്നെ എന്തിനാ നമ്മൾ ഈ പേടിക്കുന്നത്? നമുക്കൊരു ബോധ്യം ഉണ്ടാകണം. ഞാൻ അവൻ ഉള്ളം കയ്യിലിരിക്കുകയാണ്, എൻ്റെ കുഞ്ഞുങ്ങൾ അവൻ്റെ കയ്യിലിരിക്കുകയാണ്. ആരുമില്ല എനിക്ക് ദോഷം ചെയ്യുക. ഞാൻ അവനുള്ള കയ്യിലിരിക്കയാ, ആരുമില്ല എനിക്കു. ഓ ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം, ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം സംഹിതമാണെന്നു ഞാനറിയുന്നു. ഓ സംഹിതമാണെന്നു ഞാനറിയുന്നു. ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമാ. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഓ ഞാൻ അവനുള്ള കൈയിലോടെ ആരുമില്ലേ ദോഷം ചെയ്യുവാൻ, ഞാൻ അവനുള്ള കയ്യിലിരിക്കയാ. ആരുമില്ലേ നീക്കു ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം, ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം തൻഹിതമാണെന്നു ഞാനറിയുന്നു. തൻഹിതമാണെന്നു ഞാനറിയുന്നു. എന്റെ ദൈവമേ എന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഞാൻ അവൻ്റെ ഉള്ളം കയ്യിലാണെന്നുള്ള ബോധ്യമാണ് പ്രിയമുള്ളവരെ നമുക്ക് ധൈര്യം തരുന്നത്. ആ ബോധ്യം കുറയുമ്പോഴാണ് ഈ പേടിയെല്ലാം ഉണ്ടാകുന്നത്. സത്യമല്ലേ? ഇപ്പോൾ യേശുവിൻ്റെ അപ്പനും അമ്മയ്ക്ക് എന്തോ ഇല്ലായിരുന്നു, പേടിയേ ഇല്ലായിരുന്നു. അതുകൊണ്ട് യേശുവിനും എന്തോ ഇല്ലായിരുന്നു, പേടിയില്ലായിരുന്നു. എന്തൊരു ധീരനായിരുന്നു എൻ്റെ യേശു. ഭാവിയോർത്ത് ഇതുപോലെ ആശങ്കപ്പെടാത്ത, മരണത്തെ മുമ്പിൽ കാണുമ്പോഴും അചഞ്ചലമായി നിന്ന ഒരു മനുഷ്യൻ. കാരണം യേശുവിന് എന്തോ ഇല്ലായിരുന്നു, പേടി. മരണത്തെ യേശു പേടിച്ചോ? ഇല്ല. മറിയത്തിന് മരണത്തെ പേടിയുണ്ടായിരുന്നോ? ഇല്ല പ്രിയമുള്ളവർ. കാരണം കല്ലെറിഞ്ഞ്, അവക്കറിയാം ഗർഭിണിയായ എന്തോ കൊല്ലും, കല്ലെറിഞ്ഞ് കൊല്ലുമെന്ന് അറിഞ്ഞിട്ടാണ് ഇതാ ഞാൻ നിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം. അതുതന്നെയല്ലേ യേശുവും പറയുന്നത്. മരണത്തെ യേശുവിന് എന്തില്ലായിരുന്നു, പേടിയില്ല. നമുക്ക് പലർക്കും പേടിയാണ്. എന്തിനെ? മരണത്തെ. എല്ലാവർക്കും പേടി അല്ലേ? മരണഭീതിയും ഒക്കെ ഭയങ്കരമല്ലേ? ഞാൻ കൊണ്ടു നടന്നൊരു ഒരുത്തനുണ്ടായിരുന്നു. അദ്ദേഹം ഗൾഫിലായിരുന്നു, പിന്നെ കഞ്ചാവായിരുന്നു. 1.5 വർഷം എൻ്റെ കൂടെ താമസിച്ചു, പിന്നെ പിന്മാറിപ്പോയി. അങ്ങനെ ഈ റാന്നിയുടെ അടുത്തൊരു വലിയ പള്ളി, അവിടെ കല്ലറയിലാണ് താമസിക്കുന്നത്. വൈറ്റൊക്കെ അവിടെ പോയി കിടക്കും. ഒരു ദിവസം വെളുപ്പിനെ ഒരു മനുഷ്യൻ, പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ പ്രായമുള്ളൊരു അച്ചായൻ അതുവഴി ഇറങ്ങിപ്പോയപ്പോൾ, നേരം പരപരാന്ന് വെളുത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ അച്ചായൻ ഇങ്ങനെ ഇറങ്ങിപ്പോയപ്പം ചോദിച്ചു, എന്നാ ഇവിടെ ഇരിക്കുന്നു ചോദിച്ചു. അപ്പോൾ ഇവൻ നല്ല കഞ്ചാവല്ലേ. ഇവൻ പറഞ്ഞു, ഓ എന്താ പറയാൻ, എൻ്റെ അച്ചായ അകത്ത് ഭയങ്കര ചൂടാ, അതുകൊണ്ട് ഞാനൊന്ന് പുറത്തിറങ്ങിയിരുന്നാന്ന് പറഞ്ഞു. എൻ്റെ പൊന്നെ, ഈ അച്ചാൻ അപ്പം താഴെ വീണതാണ്. പിന്നെ അധികം നാൾ ജീവിച്ചില്ല. കാരണം അകത്തെന്തവാ
മനസ്സിലായില്ല. കല്ലറയ്ക്കകത്ത് ചൂടായതുകൊണ്ട് ഞാൻ ഇറക്കി ഇറങ്ങിക്കൊണ്ടിരുന്ന അപ്പോഴേ മറ്റേ പുള്ളിയുടെ കാറ്റ് പോയി. അന്നേരം ഐസു കയറി. പിന്നെ കുറേ നാളൊക്കെ വലിച്ച് പിടിച്ചിരുന്ന് ചത്തും പോയി. പേടി കിട്ടിപ്പോയതാണ്. കാരണം അവനകത്ത് എന്തായിരുന്നു? ചൂടായിരുന്നു. അപ്പം നമുക്ക് ഭയങ്കര പേടിയാണ് മരണത്തെ. പക്ഷേ യേശുവിന് മരണത്തെ പേടിയുണ്ടായിരുന്നു? ഇല്ല. കാരണം യേശുവിൻ്റെ അമ്മയ്ക്ക് എന്തോ ഇല്ലായിരുന്നു. ഏറ്റവും കൂടുതൽ പേടി നമ്മുടെ പിള്ളേർക്ക് കൊടുക്കുന്ന അപ്പനാണോ അമ്മയാണോ? ആരാ? അമ്മയാണ്. കാരണം നമുക്ക് എല്ലാത്തിനും എന്താണ്? പേടിയാണ്, അല്ലേ? അപ്പോൾ നോക്കണം, യേശുവിൻ്റെ അമ്മ ആരുടെ കൂടെ കാണുമെന്ന് ഓർത്ത് ഈ കൊച്ചൻ സഹയാത്രക്കാർ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്. സഹയാത്രക്കാരുടെ കൂടെ കാണുമെന്ന് ഈ യേശുവിനെ തപ്പിയത് എപ്പോഴാണ്? ഒരു ദിവസത്തെ വഴി പോന്നപ്പോൾ. ഈ ഒരു ദിവസത്തെ വഴി പോന്നപ്പോഴാണ് തപ്പുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ ചിലപ്പം വൈകിട്ടത്തെ ഭക്ഷണം കഴിക്കാൻ നേരത്താണ് ഈ യേശുവിൻ്റെ അമ്മ ആരെ തപ്പുന്നത്? കൊച്ചിനെ തപ്പുന്നത്, അല്ലേ? അപ്പോൾ ഉച്ചയ്ക്കൊക്കെ കഴിക്കണ്ടേ? കഴിക്കണം. ഉച്ചയ്ക്ക് കഴിച്ചപ്പോൾ ഈ കൊച്ചിനെക്കുറിച്ച് ചിന്തിച്ചോ? ഇല്ല. ഇപ്പോൾ ഈ കൊച്ച് ആരുടെ കാണുമെന്നോ കൂട്ടത്തിൽ കാണുമെന്നോ ഓർത്തത്? സഹയാത്രക്കാർ എന്ന് പറഞ്ഞാൽ അപ്പം കൊച്ചെങ്ങനെ കഴിച്ച് കാണും? അവർക്കറിയാം ആ കൊച്ച് അവിടെങ്കിലുമൊക്കെ അവരുടെ എല്ലാം കൂടെ എന്ത് ചെയ്യുമായിരുന്നു? ഭയങ്കര സംസ്കാരമാണ് കാണിക്കുന്നത്. കഴിച്ച് കാണും, അല്ലേ? കഴിച്ച് കാണും. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ കൈ പൊതിയൊക്കെ ഉണ്ട്. ആ പൊതി ഇച്ചിരി ആരും കഴിച്ച് കാണും. നമ്മുടെയൊക്കെ അമ്മമാർക്ക് ഭയങ്കര ഈഗോ ഉണ്ടാകുന്നൊരു സമയമുണ്ട്. എൻ്റെ എത്രയോ അമ്മമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പൊന്നു പാസ്റ്ററേ, ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ബിസ്ക്കറ്റ് ഇവിടെ ഇരിക്കുക, അവന് വേണോ? വേണ്ട എൻ്റെ പാസ്റ്ററേ. നാണം കെട്ട് പോയി. എപ്പോൾ ആ വീട്ടിൽ ചെന്നപ്പോൾ അവൻ പറയാ വിശക്കുന്നെന്ന്. അവന് വീട്ടിൽ ഉരുട്ടി കയറ്റി കൊടുത്താലും അവന് വേണ്ട. വല്ല വീട്ടിലും ചെല്ലുമ്പോഴാണ് അവൻ എന്തോ ചെയ്യുന്നത്? വിശക്കുന്നത്. വല്ല വീട്ടിൽ നിന്ന് ഇച്ചിരി ചോറുണ്ട്, ആകാശം ഇടിഞ്ഞ് വീഴുമോ? വീഴത്തില്ല. പക്ഷെ നമ്മുടെ ഈഗോയെ അത് തട്ടും. നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് പിള്ളേരെ, വല്ല വീട്ടിൽ ചെന്നാൽ ഒന്നും എന്ത് ചെയ്യരുത്? കഴിക്കരുത്, അല്ലേ? എന്തിനാ പ്രിയമുള്ളവരെ? കഴിക്കട്ടെ, മനുഷ്യന് കേട്ട്. അപ്പോൾ യേശുവിൻ്റെ അമ്മയ്ക്ക് അറിയായിരിക്കും ഇവർ പങ്കുവെച്ച് കഴിച്ചോളും. അവരുടെയൊക്കെ കൈ പൊതിയുണ്ട്, അത് ആരും ഇച്ചിരി കഴിച്ചോളും. എല്ലാവരും കഴിച്ചു. അതൊരു സുഖമുള്ള പരിപാടിയല്ലേ, അല്ലേ? നമ്മളൊക്കെ കൊച്ചിലെ പൊതി കൊണ്ടുപോയിട്ടുണ്ട്, ഇലപ്പൊതി കൊണ്ടുപോയിട്ടുണ്ടോ? സ്കൂളിലൊക്കെ കൊണ്ടുപോകും. എന്ത് രസമുള്ള കാര്യമാണ്. പൊതി കഴിയുമ്പോൾ അമ്മ മുട്ട പൊരിച്ചും മീൻ വറുത്തും സമ്മന്തി അരച്ചും മെഴുക്കോട്ടിയും കൂടെ തന്നു വിടും, അല്ലേ? എന്തോ സുഖമാണ് ഇലപ്പൊതിന്. ഇതങ്ങോട്ട് അഴിച്ച് വെക്കുമ്പോഴത്തേന് അപ്പുറത്തും വന്ന് കൈയിട്ട് മുട്ടയെടുത്ത് അങ്ങ് തിന്നത്തില്ലേ? അത് പക്ഷേ രസമാണ്. അത് ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. പൊതി അഴിച്ച് വെക്കുമ്പോഴേ നല്ലതെല്ലാം ഉണ്ടെന്നെങ്കിൽ മുട്ടയെ മീനും ഒക്കെ എടുത്തിട്ട് തുപ്പി വെക്കുക. എന്തിനാണെന്നറിയാമോ? അവന്മാരെടുക്കാതിരിക്കും. നമ്മൾ അതിനും വലിയ പുള്ളികളാണ്. അവന്മാർ വന്നിട്ട് അത് തുടച്ച് കളഞ്ഞിട്ട് പോടാ അതിൻ്റെ പാട്ടിന് എന്നിട്ട് കഴിയും. പക്ഷേ ഭയങ്കര രസമാണ് ഇതൊക്കെ, അല്ലേ? ഇവൻ്റെ പൊതി അങ്ങോട്ടെടുത്തു, അവൻ്റെ അത് ഇങ്ങോട്ടെടുത്തു, ഇത് അങ്ങോട്ട് ഇച്ചിരി എടുത്ത് കൊടുത്ത്. എന്തൊരു സ്നേഹമാണെന്നറിയാം, എന്തൊരു രസം. അതേസമയം നമ്മൾ പറഞ്ഞു വിടുന്നുണ്ട്, മോനെ നീ ഇതെല്ലാം അമ്മ തരുക, ആർക്കും കൊടുക്കാതെ തന്നെ എന്ത് ചെയ്തോണം? തിന്നോണം. അപ്പോൾ അവൻ മൂലയ്ക്ക് പോയിരുന്നോ. അങ്ങനെയാണ് തൊണ്ടയ്ക്ക് മുള്ളു പോകുന്നത്, അല്ലേ? പക്ഷേ അതൊരു സുഖമില്ലാത്തതാണ് പിള്ളേരെ. ഈ പൊതി എല്ലാവരും കൂടെ എന്ത് ചെയ്യണം? എന്ത് രസമാണെന്ന് നോക്കി, എന്തൊരു നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേരെല്ലാം തന്നെ എന്ത് ചെയ്യുന്നത്? കാരണം അമ്മ പറഞ്ഞു വിട്ടിട്ടുണ്ട്, ആർക്കും എന്ത് ചെയ്യരുത്? കൊടുക്കരുത്. ഞാൻ ഉണ്ടാക്കി തരുന്ന എന്ത് കട്ടപ്പെട്ടാണെന്നറിയാം, നീ തന്നെ എന്ത് ചെയ്തോണം? തന്നെ തിന്നരുത്. അപ്പോൾ അറിയാം ഈ കൊച്ചന് പങ്കുവെച്ചോളും. അവിടെ നിന്നൊക്കെ എന്ത് ചെയ്തോളും? കഴിച്ചോളും. രസമുള്ള കാര്യമല്ലേ ഇതൊക്കെ? സംസ്കാരം എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുക. എന്ത് രസമാണ് അതൊക്കെ. അതുതന്നെയാണ് ശരിക്കും സഭയെന്ന് പറയുന്നത്. കൊരിന്ത്യൻ സഭയൊക്കെ അതാണ്. അതുകൊണ്ടാണ് ഒരിക്കൽ പൗലോസ് ദേഷ്യപ്പെടുന്നത്, നിങ്ങൾക്ക് തിന്നാനും കുടിക്കാനും ഉണ്ടെങ്കിൽ എന്തില്ലയോ? വീടില്ലയോ? മര്യാദയ്ക്ക് എവിടെ പോയി കഴിച്ചോണം? വീട്ടിൽ പോയി കഴിച്ചോണം. അതെന്തിനാ അങ്ങനെ പറയുന്നത്? കത്രമേശയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അവർ യോഗം കഴിഞ്ഞ് വരുമ്പോൾ എന്തുണ്ടെന്നറിയാമോ? എല്ലാവരും കൊണ്ടുവരും. എല്ലാവരും ഇച്ചിരി ഭക്ഷണവും കപ്പ വേവിച്ചത് ഒരാൾ കൊണ്ടുവന്ന്, ഒരാൾ ബിരിയാണി കൊണ്ടുവരും, ഒരാൾ പുഴുക്ക് കൊണ്ടുവരും, ഒരാൾ കാച്ചിട്ട് കൊണ്ടുവരും. എന്നിട്ട് എല്ലാവരും കൂടി എന്ത് ചെയ്യും? കഴിക്കും. അപ്പോൾ ഈ സഭയ്ക്കകത്തൊരു പ്രശ്നം ഉണ്ടായി. കപ്പയും കാച്ചിലും കൊണ്ടിരുന്ന പാവപ്പെട്ടവരാ. അപ്പോൾ അവരെല്ലാം കൊണ്ടിരുന്ന കാച്ചിൽ തിന്നുമ്പോൾ ബിരിയാണി കൊണ്ടുവരുന്ന കുറേ അമ്മമാരുണ്ട്. അവർ വലിയ കൂടിയ ലയൺസ് ക്ലബ്ബുകാരാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നറിയാമോ? NRIക്കാരാണ്. അവരെല്ലാം കൂടെ മാറിയിരുന്ന് ബിരിയാണി തിന്നു. ബിരിയാണിയും ഐസ്ക്രീമും പെപ്സിയും കുടിച്ചപ്പോൾ ഇപ്പം അപ്പുറത്തിരുന്നുകൊണ്ട് കപ്പയും മുളക് ചമ്മണ്ടിയും കൊണ്ട് കഴിച്ചു. പൗലോസിന് അങ്ങ് ദേഷ്യം വന്നു, മര്യാദയ്ക്ക് നിൻ്റെ ബിരിയാണിയും കൊണ്ട് എവിടെ പൊക്കോണം? വീട്ടിൽ പൊക്കോണം. കഴിക്കാനാണെങ്കിൽ ഇവിടെ ഇരുന്ന് എല്ലാവരും കൂടെ എന്ത് ചെയ്തോണം? കഴിച്ചോണം. അതാണ് ശരിക്കും അവിടുത്തെ ആശ. എന്ത് ദേഷ്യത! തിന്നാനും കുടിക്കാനും നിനക്ക് എന്തില്ലയോ? വീടില്ലയോ? പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? ഇവിടെ കൊണ്ടുവരുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഇതെല്ലാവരും കൂടെ ഒരുമനപ്പെട്ട് കഴിക്കാൻ തുടങ്ങുക. എന്തൊരു സന്തോഷം! സകലതും പൊതുവെ നിന്നിക്കൊണ്ട് ഒന്നിച്ച് പങ്കുവയ്ക്കുന്ന ഒരു സമൂഹം. അതാണ് ക്രിസ്തുവിൻ്റെ ഭാവനയിലുള്ള ദൈവത്തിൻ്റെ സഭയെന്ന് പറയുന്നത്. അതാണ് സഭ. സഭയ്ക്ക് മറ്റൊരർത്ഥം കൊടുക്കണ്ട. പങ്കുവയ്ക്കുന്ന ഒരു സഭ, ഒരുമനപ്പെട്ട് എല്ലാം അനുഭവിക്കുന്ന ഒരു സഭ. അപ്പോൾ ആ കൂട്ടമാണ് സഭ. യോസഫ് മറിയ ആ സംസ്കാരമുള്ളവരാ. അവരാർക്കറിയാം ഈ കൊച്ചൻ ആരുടെ കൂടെ എന്ത് ചെയ്തോളും?
കഴിച്ചോളൂന്ന്, പിള്ളേരങ്ങ് വളർന്നോളൂ, അതൊരു ബോധ്യമാണ്. സന്ധ്യയായപ്പം കണ്ടില്ല. കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർ ഓർത്തും ആരുടെ കാണും, സഹയാത്ര. അപ്പോൾ ഈ കൊച്ചൻ ആരുടെ ഒക്കെ പോവും, സഹയാത്രക്കാരെ പോകും. ഇപ്പം നമ്മുടെ ഒരു കുഞ്ഞിനെ കണ്ടില്ലെങ്കിൽ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ തിരക്കത്തേ ഇല്ല. കാരണം നമുക്കറിയാം അങ്ങോട്ടൊന്നും എന്ത് ചെയ്യത്തേ ഇല്ല. നേരെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയി തപ്പു ഇവൻ ട്രെയിൻ കയറിയിട്ടുണ്ടോയെന്ന് അറിയാൻ, അല്ലേ? കാരണം അറിയാം അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിൽ ഒരു കാരണവശാലും എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. കാരണം നമുക്കൊന്നും ആ വീടുമായിട്ട് എന്തോ ഇല്ല, ബന്ധമില്ല, നാട്ടിലില്ല. പിന്നെ തിരുവനന്തപുരത്തെ കാര്യം പറയണോ, അല്ലേ? നാട്ടിൻപുറത്ത് ഇപ്പം ഇല്ല ബന്ധം, പിന്നെ തിരുവനന്തപുരത്ത്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു കാസറ്റ് കേട്ടോണ്ട് വന്നു. ശരി, എനിക്കത് ഞാൻ നേരത്തെ അത് ചിന്തിച്ചിട്ടുള്ള കാര്യം. സത്യത്തിൽ മതിൽ കൊണ്ടുവന്നത് ക്രൈസ്തവരല്ലേ? മതിൽ വെട്ടി പട്ടിയെ വളർത്താൻ തുടങ്ങിയത് ഇവിടുത്തെ ഹൈന്ദവരാണോ ഇവിടുത്തെ ക്രിസ്ത്യാനികളാണോ? ജർമ്മൻ ഷെപ്പേഡിനെയും പിന്നെന്തോ 10 പട്ടിയുടെ പേര് പറ മക്കളെ, ഡോബർ മാനെയൊക്കെ കൊണ്ടുവന്നത് ഇവിടുത്തെ കൊച്ചേട്ടന്മാരാണോ അച്ചായന്മാരാണോ? കോട്ടയത്തും കാഞ്ഞിരപ്പള്ളിയുള്ള അച്ചായന്മാരാണ് ഇവിടെ ജർമ്മൻ ഷെപ്പേഡിനെ കൊണ്ടുവന്നത്. കാരണം ആദ്യം ജർമ്മനിക്ക് പോയത് അവരാ, ജർമ്മനി പോയിട്ട് സത്യമല്ലേ. എന്നിട്ട് വീട്ടിൻ്റെ മുമ്പിൽ എഴുതി വെച്ചു പട്ടിയുണ്ട് സൂക്ഷിക്കണം. അതിവിടെ എഴുതി വെച്ച നായന്മാരാണോ ക്രിസ്ത്യാനികളാണോ? ക്രിസ്ത്യാനികളാണ്. അപ്പം നമ്മൾ ആരോടും പറഞ്ഞ് നമ്മുടെ വീട്ടിൽ ആരും എന്ത് ചെയ്യണ്ട, കയറണ്ടെന്ന് പഠിപ്പിച്ചത് ക്രൈസ്തവരാ പ്രിയമുള്ളത്. എന്നാൽ യേശുവിൻ്റെ അപ്പനും അമ്മയ്ക്കും നാട്ടുകാരുമായിട്ട് എന്തോ ഉണ്ടായിരുന്നു, നല്ല ബന്ധമുണ്ടായിരുന്നു. സഹയാത്രക്കാരുടെ കൂട്ടത്തിലൊക്കെയാണ് നല്ല ബന്ധങ്ങൾ വേണം. സത്യമായിട്ട് ഈ ഞങ്ങളുടെ നാടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞാൻ പലപ്പോഴും കാണുന്നുണ്ട് ഒരു കാര്യമാണ്, നമ്മുടെ ആൾക്കാർക്ക് ഇതുപോലൊരു പേടി, ബന്ധനം. അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒന്നും കൊണ്ടുവന്നാൽ എന്ത് ചെയ്യത്തില്ല, കഴിക്കത്തില്ല. കാരണം അതിനകത്ത് എന്തോ കാണും, കൂടോത്രോ ബന്ധനമൊക്കെ കാണും. അങ്ങനെ നമ്മൾ ഈ സാധനം എല്ലാം കൂടെ ആർക്കിട്ട് കൊടുക്കുന്നറിയാം, പട്ടിക്കിട്ട് കൊടുക്കും. എൻ്റെ പൊന്നെ, ആർക്കും കൊടുത്താലും പട്ടിക്ക് കൊടുക്കരുത്. അവന് പോയേ ഇളകിയെങ്കിൽ നിന്നെ തന്നെ കടിക്കത്തില്ലേ? അപ്പം ഇതറിയാതാണ് ചത്ത. പക്ഷെ പട്ടിക്ക് പിശാച് കയറിയ ആദ്യം കടിക്കുന്ന ആരെയായിരിക്കും? അപ്പം കൊടുക്കുകയാണേലും ആർക്കും കൊടുക്കരുത്, നമ്മുടെ പട്ടിക്കും പൂച്ചയ്ക്കും കൊടുക്കരുത്. മനുഷ്യന് പിശാചിളകിയ ഇത്രയും കാണിക്കും, പട്ടിക്ക് പിശാചിളകിയ എന്തോ വാരി. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ ഊരുറപ്പുള്ള ഏതെങ്കിലും പാസ്റ്റർ വരുമോ? അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഈ കൂടോത്രമൊന്നും ആർക്കും കൊടുക്കരുത്. പേടിയാണെങ്കിൽ കുഴിച്ചു പിടിക്കണം, എന്നാലും പട്ടിക്ക് കൊടുക്കരുത്, അതിന് പേളകും. അപ്പോൾ നമുക്ക് ആകെ പേടിയാണ്, അല്ലേ? ഇതൊന്നും പറഞ്ഞു പേടിപ്പിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടുകാരുമായിട്ട് എന്തോ ഇല്ല. പക്ഷേ അവരെല്ലാവരും നമ്മുടെ വിശ്വാസം, അയ്യോ എൻ്റെ പൊന്നെ, ഇതൊക്കെ മനുഷ്യനുണ്ട്. ബന്ധങ്ങളുണ്ടാകണം, നാട്ടുകാരും വീട്ടുകാരുമായിട്ട് ബന്ധങ്ങൾ വേണം. അങ്ങനെയൊന്നും നമ്മളെ ബന്ധിക്കാൻ ആർക്കും ഒക്കത്തില്ല. കാരണം നമ്മളിലുള്ളവൻ അവനുള്ളതിനേക്കാളും വലുതാണ്. ഇതാ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, ഞാനും അവനുമായിട്ടൊരു കാര്യമില്ല, അവനും ഞാനുമായിട്ട് കാര്യമില്ലെങ്കിൽ പിന്നെ അവൻ എങ്ങനെ എന്നെ ബന്ധിക്കാൻ കഴിയും? ഇല്ല പ്രിയമുള്ളവരെ, അകാരണമായ ഭയത്തിൽ നിന്ന് നമ്മൾ പുറത്ത് വന്നിട്ട് മനുഷ്യനെ മനുഷ്യനായി കണ്ട് സ്നേഹിക്കാനായിട്ട് കഴിയണം. അത് ആർക്ക് കഴിയണം? നമുക്ക് കഴിയണ്ടേ? അത് ആർക്ക് കഴിയണം? നമുക്ക് കഴിയണം. കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. നമുക്ക് ബന്ധങ്ങൾ വേണ്ടേ? നമുക്ക് ബന്ധങ്ങൾ വേണം. പക്ഷേ ഇന്ന് വിശ്വാസ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ അപജയം, അവർക്ക് നാട്ടുകാരോട് എന്തോ ഇല്ല, ബന്ധങ്ങളില്ല. എല്ലാവരും പോരും ബന്ധനവും പോരാട്ടവുമാണ്. അതുകൊണ്ട് നമുക്കെന്തോ ഇല്ല, ബന്ധങ്ങൾ അറ്റുപോയി. വേണ്ട പ്രിയമുള്ളവരെ, ബന്ധങ്ങൾ വേണം. യേശുവിൻ്റെ അപ്പനും അമ്മയും അതാ പഠിപ്പിക്കുന്നത്. അവർക്ക് കുഞ്ഞാരുടെ കൂടെ കാണും, സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ കാണുമെന്ന് അവർക്കൊരു പേടിയില്ലായിരുന്നു. അടുത്ത വീടുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു കുടുംബമായിരുന്നു ആ കുടുംബം. നോക്കണമേ, എന്നിട്ട് അതും കാണാഞ്ഞിട്ട് ബന്ധുക്കളുടെയും ചാർച്ചക്കാരുടെയും ഇടയിലെല്ലാം തെരഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, പിന്നെ തിരിച്ചു നടന്നപ്പോൾ എത്രാം ദിവസം രാവിലെ അവിടെ ചെല്ലുന്നത്? 3-ാം ദിവസം. വായിച്ചേ, എത്ര? 45-ാമത്തെ വാക്യം നോക്കിയേ. ആ 2:45. ലൂക്കോസിന് സുവിശേഷം 2-ാം അധ്യായം 40. കാണാഞ്ഞിട്ട് അവനെ അന്വേഷിച്ചു കൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. എത്രാം ദിവസം നോക്കിക്കുക? എത്രാം ദിവസമാണ്? 3-ാം നാൾ. 3-ാം നാൾ കഴിഞ്ഞ ശേഷം അവൻ ദേവാലയത്തിൽ നടുവിലിരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട്. അപ്പം 3-ാം ദിവസം അവ കാണുന്നത്. അപ്പോൾ 3-ാം ദിവസം ചെന്നപ്പോൾ ഇവർ കണ്ട കാര്യം, യേശു കർത്താവ് എവിടെ ഇരിക്കുകയാണ്?
എവിടെ ഇരിക്കുന്നു? നടുവിലിരിക്കുകയാണ്. അപ്പോൾ യേശുവിൻ്റെ സ്ഥാനം എപ്പോഴും എവിടെയാണ്? നടുവിലാണ്. നമ്മൾ ഓർക്കണം, തൃത്വത്തിൻ്റെ നടുവിലാണ് ആര്? യേശു അല്ലേ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മ. അതിൻ്റെ നടുവിലാണ് ആര്? യേശു. പിന്നെ നോക്കിക്കേ, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ വരും. യഹൂദന്മാരെ പേടിച്ച് ശിഷ്യന്മാർ വാതിലടച്ചിരിക്കെ യേശു താനും അവരുടെ നടുവിൽ നിന്നുകൊണ്ട്. ഇവിടെ നാം കാണുന്ന ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ, 2 കള്ളന്മാരുടെ നടുവിൽ, മനുഷ്യനും ദൈവത്തിൻ്റെയും നടുവിൽ, 7 നക്ഷത്രം വലങ്കൈ പിടിച്ച് 7 പൊൻനിലവുകൾക്കുടെ നടുവിൽ അല്ലേ? ചരിത്രത്തെ AD എന്നും BC എന്നും 2ആയി തിരിച്ചുകൊണ്ട് ചരിത്രത്തിൻ്റെ നടുവിൽ. യേശുവിൻ്റെ സ്ഥാനം എപ്പോഴും എവിടെയാണ്? നടുവിലാണ്. അവൻ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലാണ്. പ്രിയമുള്ളവരെ, അവൻ നമ്മുടെ സൈഡിൽ നിൽക്കുന്ന ഒരു കാഴ്ചക്കാരനല്ല. നമ്മുടെ ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ഒരുവനുണ്ട്. അവൻ്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. യഹൂദന്മാരെ പേടിച്ച് ശിഷ്യന്മാർ വാതിലടച്ചിരിക്കെ യേശു താനും അവരുടെ നടുവിൽ. അടയ്ക്കപ്പെട്ട വാതിലാണ്. അത് ചവിട്ടി പൊളിച്ചല്ല കർത്താവ് വരുന്നത്. പുനരുദ്ധാനം ചെയ്ത യേശുവിന് വാതിലുകൾ വേണ്ട. യേശു താനും അവരുടെ നടുവിലേക്ക് വരികയാണ്. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, നമ്മുടെ അടയ്ക്കപ്പെട്ട വാതിലുകൾക്കകത്തേക്ക് കടന്നു വരുവാൻ ആർക്കും കഴിയത്തില്ലെങ്കിലും ഏതടഞ്ഞ വാതിലുകൾക്കകത്തേക്കും കടന്നു വന്ന് അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് സമാധാനം എന്ന് പറയുന്ന ഒരുവനുണ്ട്. അവനാണ് നസ്രയനായ യേശു കർത്താവ്. അപ്പം നോക്കുക, അവർ കണ്ടു യേശു എവിടെ നിൽക്കുന്നു? ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുകയാണ്. എത്ര ദിവസം കഴിഞ്ഞപ്പോഴാണ്? 3 ദിവസം. ചിന്തിക്കണേ, എത്ര ദിവസം കഴിഞ്ഞു? 3 ദിവസം കഴിഞ്ഞു. എൻ്റെ പൊന്ന് പ്രിയമുള്ളവരെ, നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വരണേ. 3 ദിവസം. അപ്പോൾ ഒരു ദിവസം നടന്നു. ഇനിയും തിരിച്ച് നടന്നു ഇവിടെ വന്നപ്പോഴത്തേന് എത്ര നാളായി? 3-ാം നാൾ. ഇനി ഇപ്പം തിരിച്ചു പോകണമെങ്കിൽ അന്നത്തെ കാലം ഈ കൊടുങ്കാട്ടിലൂടെ ഒക്കെ വേണം യാത്ര ചെയ്യാൻ അല്ലേ? യെരുശലേമിൽ നിന്ന് നസറത്ത് വരെ മരണനിഴലിൻ്റെ താഴ്വരകളൊക്കെ ഉണ്ട്. ആ കൊടുങ്കാട്ടിലൂടെ ഒക്കെ ചെന്നായ്ക്കളും ഹിംസമൃഗങ്ങളും ഒക്കെ ഉള്ളിടത്തൂടെ ഇനി ഒറ്റയ്ക്ക് കുഞ്ഞുമായിട്ട് നടന്നു പോകണം. മറ്റേത് അങ്ങനെയാണോ? അല്ല, ഇവരെല്ലാവരും കൂടെ പോകുന്നത് തീർത്ഥാടനത്തിന്. ഇനി അതൊക്കില്ല, ഒന്നിച്ച് ഒറ്റയ്ക്ക് പോകണം. ഭയങ്കര റിസ്ക്കാണ്. ഈ റിസ്ക് എല്ലാം ഉണ്ടാകാൻ, ഈ ബുദ്ധിമുട്ടെല്ലാം ഉണ്ടാകാൻ കാര്യം ഒറ്റ ഒരുത്തൻ. ആരാ? യേശു. അഹങ്കാരി. അവിടെ ഇരിക്കുക. പറഞ്ഞോ? അതില്ല, തന്നെ തോന്നി. 12ാമത്തെ വയസ്സിൽ കുത്തിപ്പിടിച്ച് അപ്പനും അമ്മയോടും പറയാതെ ഇപ്പം വന്നിട്ട് എവിടെ ഇരിക്കുക? യെരുശലേമിൽ ഇരിക്കുക. അപ്പോഴാണ് ഇവർ തിരിച്ചു ചെല്ലുന്നത്. 3-ാം ദിവസം കഴിഞ്ഞ് എന്ന് കണ്ടു. എനിക്ക് അത് ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്. അവിടെയാണ് എന്നെ സ്വാധീനിച്ചത്. അപ്പം ചെന്നിട്ട് ഈ മറിയോ യോസഫും കൂടെ ചെന്നപ്പോൾ നോക്കിക്കേ എന്താ സംഭവിച്ചെന്ന് നോക്കിക്കേ. അവനെ കണ്ടിട്ട് അമ്മ അവനോട്, 48ാം വാക്യം, അമ്മ അവനോട്. അപ്പം സംസാരിക്കുന്ന ആരാ? അമ്മയാണ്. അതും അന്നത്തെ കാലമാണെന്ന് ഓർക്കണം. ഈ ദേവാലയത്തിൻ്റെ നടുവിലാണ് ഇരിക്കുന്നത്. ഈ അന്ന് യഹൂദന്മാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സ്ത്രീയൊക്കെ എന്ത് ചെയ്യാൻ പാടില്ല? സംസാരിക്കാൻ പാടില്ല. പൗലോസിന് ആ ഒരു യഹൂദ സംസ്കാരം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇച്ചിരി മെയിൽ ഷോവനിസ്റ്റിക്കായിരുന്നു പൗലോസ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് സ്ത്രീ സഭയിൽ എന്ത് ചെയ്യണം? മിണ്ടാതിരിക്കണം. പൗലോസിൻ്റെ ചില വാക്കുകളിലൊക്കെ ആ ഒരു പുരുഷ മേധാവിത്വത്തെ ചിലപ്പം ദർശിക്കും. അതുകൊണ്ടാണ് ഇന്നത്തെ ഫെമിനിസ്റ്റ് തിയോളജിയൻസൊക്കെ പൗലോസിനെതിരാണ്. കാരണം പൗലോസിനെ ഒരു ഫെമിനിസ്റ്റ് പുരുഷ മേധാവിയായിട്ടാണ് ഫെമിനിസ്റ്റ് തിയോളജിയൻസ് കാണുന്നത്, ഈ പെണ്ണെഴുത്തുകാർ കാണുന്നത്. അപ്പം ഈ പൗലോസിന് ഒരു പക്ഷേ ആ സ്വാധീനം ഉണ്ടായിരിക്കാം, നമുക്കറിയില്ല. പക്ഷേ എന്താണെന്നേലും സമൂഹം എപ്പോഴും മനുഷ്യനെ സ്വാധീനിക്കുമല്ലോ, ചിന്തകളെയൊക്കെ. അപ്പം അന്ന് സ്ത്രീകളധികം സംസാരിക്കത്തില്ല. മാത്രമല്ല, യഹൂദം പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്, നീ എന്നെ സ്ത്രീയായിട്ടും ജാതിയായിട്ടും നായായിട്ടും ജനിപ്പിക്കാഞ്ഞാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്തു. ഇത് യഹൂദൻ്റെ രാവിലത്തെ പ്രഭാത പ്രാർത്ഥനയുള്ള ഒരു പ്രാർത്ഥനാ മന്ത്രമാണ്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആ ഒരു സംസ്കാര പോലെ കാലഘട്ടത്തിൽ ഇപ്പോൾ യോസഫും മറിയയും കൂടെ ചെന്നപ്പോൾ ആരാ സംസാരിക്കുന്നത്? അമ്മയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ അപ്പൻ ആരെയും കൊണ്ട് സംസാരിപ്പിച്ചു? അമ്മയും കൊണ്ട് എന്ത് ചെയ്തു? അപ്പം പറഞ്ഞു കാണും, മോനെ ഇടി ഞാൻ പറഞ്ഞാൽ കൂടിപ്പോവും, അപ്പം നീ എന്ത് ചെയ്തേര്? സംസാരിച്ച്. നമ്മുടെ അപ്പന്മാരാണെ പറഞ്ഞേനെ, എന്താ പറഞ്ഞേനെ? മോളെ തല ഇരിക്കുമ്പോൾ എന്തോ ഓടരുത്, വാലോടരുത്, നീ സംസാരിക്കണ്ട. ആര് സംസാരിക്കാം? ഞാൻ സംസാരിക്കാം അല്ലേ? ഒരിക്കൽ ഒരപ്പന് വീട്ടിൽ നിന്ന് കയറി വന്നപ്പോൾ ഒരു തറമക്കാരൻ ഇറങ്ങി വരിക. തറമക്കാരൻ ഇറങ്ങി വരുന്ന കണ്ടപ്പോൾ ഈ അപ്പൻ അങ്ങ് ചോദിച്ചു, എന്തോടാ നീ ഇറങ്ങി വന്നേ? ഒന്നും കിട്ടിയില്ലേ? ഇല്ല കൊച്ചമ്മ പറഞ്ഞു ഇവിടെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ചമ്മ പറഞ്ഞു, ഇനി വാടാ, തിരിച്ചു കയറി. എന്നിട്ട് ആ കാൻവാസ് കസേരയിലോട്ട് ഞെളിഞ്ഞ് കയറി കിടന്നിട്ട് പറഞ്ഞു, ഇവിടെ ഒന്നുമില്ല, പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഈ തറമക്കാരൻ ദേഷ്യം വന്നു. അതെന്നെ വർത്തമാനം ഈ പറയുന്നത്? പോയി എന്നെ വിളിച്ചോണ്ട് വന്നിട്ട് ഈ അപ്പൻ പറയാം, അതെ ഞാനാണ് ഇവിടുത്തെ അപ്പൻ, അവളല്ല പറയേണ്ടത്. ആരാ പറയേണ്ടത്? ഞാനാ പറയേണ്ടത്. അതുപോലെയാണ് നമ്മുടെ അപ്പന്മാരുടെ ധാരണ അല്ലേ? ഈ അടുത്തിടയ്ക്ക് ഒരു സംഭവം കേട്ടെ, ഈ
കുടിച്ചിട്ട് വന്ന ഒരപ്പനെ ഈ അപ്പൻ എന്നും ഭാര്യയിട്ട് തല്ലുകൊണ്ട് ഇവിടെ ഇടപാട് തെറ്റി. അപ്പോൾ ഇടപാട് തെറ്റിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു ദിവസം ഇവക്ക് അങ്ങ് കലി കയറി. ആർക്ക്? ഭാര്യയ്ക്ക്. അങ്ങനെ കലി കയറും ചിലപ്പോൾ ഈ പെണ്ണുങ്ങൾക്ക്. അന്ന് അവൻ്റെ ഇടപാടും തെറ്റും. ഞാനൊരിക്കൽ ഒരു ദിവസം ഈ പണി ഒപ്പിച്ചു കൊടുത്താണ്. എന്നോട് ചോദിക്കരുത്, ഇത് ആരോടും പറയുകയും ചെയ്യരുത്. റാന്നിലൊന്നും ഇത് പറയത്തില്ല, പറഞ്ഞാൽ അറിയും. പക്ഷേ വേറെ വല്ലയിടത്തൊക്കെ പറയാൻ. ഇവിടെ എൻ്റെ ഒരു പെങ്ങളാണ്. അപ്പോൾ ഇവിടെ എന്നും ഇട്ടങ്ങ് അടിക്കുക. അടിയെന്ന് പറഞ്ഞ യമണ്ടൻ അടിയ. അയ്യോ, പെണ്ണിന് ഇരിക്കാൻ പോയി. അപ്പോൾ ഒരു ദിവസം കരഞ്ഞോണ്ടോ, എൻ്റെ അച്ഛാ പാസ്റ്റർ പക്ഷേ അടികൊണ്ട് എൻ്റെ ഇടപാട് തെറ്റി. ഞാൻ പറഞ്ഞു, എടി ഒറ്റ മാർഗ്ഗമുള്ളൂ, നീ ചെയ്യാമെങ്കിൽ നീ രക്ഷപ്പെടും, ഞാൻ വന്നോളാം നിന്നെ സഹായിക്കാം. എന്തോ ചെയ്യണം? നീ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഒരു ദിവസം രാത്രി അവൻ നിന്നെ അടിക്കുമ്പോൾ നീ അങ്ങ് പിശാചി കയറണം, അങ്ങ് കയറണം. എന്നിട്ട് നീ ഒരു വടി ഒരു പത്തൽ അവിടെ വെട്ടിയിട്ടേക്കണം, നല്ലൊരു സാധനം. എന്നിട്ട് അങ്ങ് അടിക്കണം. പക്ഷെ നീയല്ല, പിന്നെ ആരാണ്? പിശാചാണ്. അപ്പോൾ അവൻ അമറും. അപ്പോൾ അവൻ്റെ അപ്പനും അമ്മയും എല്ലാം ഓടി വരുമ്പോൾ നീ പറയണം, അടുക്കരുത്. അടിയെന്ന് പറഞ്ഞാൽ അടിച്ചോണം, വരുന്നവരെ എല്ലാം അടിച്ചോണം. അപ്പോൾ അവരാരെ വിളിക്കും? പിശാച് എന്ന് പറയുമ്പോൾ നീ അങ്ങ് താഴെ വീഴണം. അപ്പം നീ അല്ല, ആരാണ്? അവളങ്ങ് അടിച്ചു. ഞാൻ ചെന്നു, പിശാച് താഴെ പോയി. ഇതുവരെ പിന്നെ അവളെ അടിച്ചിട്ടില്ല. അവ ഇപ്പം പലതും കിട്ടേണ്ടത് എന്ത് ചെയ്യാൻ ചേട്ടാ, കിട്ടാണ്ടിട്ടാണ് ഈ. അപ്പോൾ ഇതുപോലൊരു പുടിയനെ എന്നും ഭാര്യയെ തല്ലുമ്പോൾ ഒരു ദിവസം ഇവക്ക് കലി കയറി. ഇവിടെ കയ്യിൽ ഒരു വിറകും കിട്ടി. ഇവിടെ അങ്ങ് അടിച്ചു. അടി കൊണ്ട് ഇവിടെ താഴെ വീണു. ഇവൻ ഉരുണ്ട് കട്ടിക്കീഴെ കയറി ആ മൂലയ്ക്ക് വന്നു. അപ്പം ഇവിടെ ഈ അടിച്ചിട്ട് ഈ സംഭവം ഇവിടെ ചെല്ലുന്നില്ല, അവനങ്ങ് മൂല ചെന്നില്ല. വാടാ. അപ്പം ഇവള് പറഞ്ഞു, ഇറങ്ങി വാടാ. അപ്പോൾ ഈ എല്ലാ ആൾക്കാരെല്ലാം ഓർത്തപ്പോൾ എന്നും ഇവിടെ കരച്ചിലാണ് കേൾക്കുന്നത്. ഇന്ന് ഇവള് പറയുന്നു, വാടാ. അവൻ്റെ ശബ്ദം കേൾക്കുന്നുമില്ല. അപ്പോൾ ഇതെന്താ പറ്റിയതാ? എല്ലാവരും കൂടെ വന്നു. അപ്പോൾ എല്ലാവരും കൂടെ ജെല്ലി പോയപ്പോൾ ഇവള് ജെല്ലിക്കൂടെ നോക്കുമ്പോൾ ഇവള് പറയണം, ഇറങ്ങി വാടാ നീ വാടാ. അപ്പോൾ ഒരു കുടിയൻ പറഞ്ഞു, എടാ നീ ധൈര്യമായിട്ട് ഇറങ്ങി വാ, നമ്മുടെ സമൂഹത്തിന് നാണക്കേടാടാ ഇത്, നീ ഇറങ്ങി വാടാ. അപ്പോൾ ഈ കട്ടിക്കീഴെ കയറി കിടക്കുന്ന അവൻ പറഞ്ഞു പോലും, അവൾ പറയുമ്പം കയറാനും അവൾ പോകുമ്പോൾ ഇറങ്ങാനും എന്നെ കിട്ടത്തില്ലടാ, ഞാൻ ആണാടാ. അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യാത്തത്, ഇറങ്ങി വരാത്തത്. കാരണം ഞാൻ ആണാണ് അല്ലേ? അപ്പോൾ ആ ഒരു സംസ്കാരത്തിലാണ് ഈ യോസഫ് ആരെയും കൊണ്ട് സംസാരിപ്പിക്കുന്നത്? മറിയത്തെ കൊണ്ട്. മറിയത്തോട് പറഞ്ഞു, നീ എന്ത് അപ്പോൾ അപ്പൻ ആരെയും കൊണ്ട് സംസാരിപ്പിച്ചു? അമ്മയും കൊണ്ട് സംസാരിച്ചു. അപ്പോൾ ഈ സ്ത്രീയെ ബഹുമാനിക്കണമെന്ന് യേശുവിനെ പഠിപ്പിച്ചത് ആരാ? അപ്പനാണ്. അപ്പൻ എന്നും ആരെ ബഹുമാനിച്ചു? അമ്മയെ ബഹുമാനിച്ചു. അതുകൊണ്ട് തന്നെ യേശുവിന് സ്ത്രീകളോട് എന്തായിരുന്നു? ഭയങ്കര ബഹുമാനമായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, അമ്മയെ ബഹുമാനിക്കുന്ന, സഹോദരിയെ ബഹുമാനിക്കുന്ന ഒരു കുടുംബത്തിൽ പിറക്കുന്ന ചെറുക്കന് ഒരിക്കലും കണ്ട പെൺപിള്ളേരെ തോണ്ടാനും മാന്താനും ഒന്നും പോത്തില്ല. കാരണം അവനറിയാം ഈ സ്ത്രീ ബഹുമാനിക്കപ്പെടേണ്ടവളാണ്, അവൾ ആദരിക്കപ്പെടേണ്ടവളാണ്. എന്താ കാര്യം എന്നറിയാമോ? ആ അപ്പൻ ആരെ ആദരിച്ചു? അമ്മയെ ആദരിച്ചു. മനസ്സിലാകുന്നുണ്ടോ? ഭയങ്കര ആശയങ്ങളിനകത്ത് കിടപ്പുണ്ട്. അമ്മയെ ആദരിച്ചു കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ സംസാരിച്ചു തുടങ്ങി എന്താണെന്ന് ചോദിച്ചാൽ, മോനെ, അങ്ങനല്ലേ വിളിച്ചത്? എന്താ വിളിച്ചു നോക്കിയേ? മോനെ. എത്രാം ദിവസം കിട്ടിയപ്പോഴാ? 3-ാം ദിവസം. എൻ്റെ പൊന്ന് ചേച്ചി, 3-ാം ദിവസം ഈ കൊച്ചനെ കൈ കിട്ടിയ എന്താ വിളിക്കും? വായിച്ച ചേച്ചിയോട് തന്നെ ചോദിക്കുക. 1-2 ദിവസമല്ല, 3. ഇനി തിരിച്ചു നടക്കണം കൊടുങ്കാട്ടിലൂടെ തന്നെ. 3-ാം ദിവസം കൈ കിട്ടുമ്പോൾ എന്തോ വിളിക്കും പറ? നമ്മുടെ ഭാവനയിലൊന്ന് വിളിച്ച മോനെ വിളിക്കും. പക്ഷെ അതിൻ്റെ ഇപ്പുറത്ത് ഇച്ചിരി മോനെ ഇട്ടിട്ടല്ലേ വിളിക്കത്തുള്ളൂ. സത്യമല്ലേ? അങ്ങനെ ഉപദേശിയാ, കാര്യമൊക്കെ ശരിയാ. പക്ഷേ 1-ാം തരം ഭാഷ എവിടെ നിന്ന് ഇറങ്ങി വരത്തില്ലേ? വരും. ഈ ഇടയ്ക്ക് പാലായ്ക്ക് അപ്പുറത്ത് ഈ യേശുവിൻ്റെ ക്രൂശീകരണം ദുഃഖവെള്ളിയാഴ്ച നാടകം അവതരിപ്പിക്കുക. അപ്പോൾ ഒരു ബെന്നിന് ഈ ബലൂൺ വെള്ളം കെട്ടിയിട്ടിട്ടുണ്ട്. അവിടെയാണ് ഈ ചങ്കില് പടയാളി എന്ത് ചെയ്യേണ്ടത്? കുത്തേണ്ടത്. പക്ഷെ ഈ കുത്തിയോനും കുത്തു കൊണ്ടവനും വെള്ളമായിരുന്നു. കുത്തു മാറിപ്പോയി. നല്ല പൂര സരസ്വതി. നാട്ടുകാർ മൈക്കൂടെ കേട്ടു, ഏതാ? എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതൊന്നും അല്ല. കാരണം എന്തോ മാറിപ്പോയി, കുത്തു മാറിപ്പോയി. ബലൂണല്ല കുത്തു കൊണ്ടത്. അപ്പോൾ ഇതൊക്കെ കാര്യമൊക്കെ ശരിയാ. 3-ാം ദിവസം കൈ കിട്ടുമ്പോൾ നമ്മൾ എന്തോ വിളിച്ചേനെ? സത്യമായിട്ട് നോക്കിയാൽ മോനെ വിളിക്കുമോ? ഇല്ല. പക്ഷേ യേശുവിൻ്റെ അമ്മ എന്തോ വിളിച്ചത്?
മോനെ എന്ന് വിളിച്ചു. അത് യേശുവിൻ്റെ ഉൾത്തടത്തിലൊരു കിടിലം കൊള്ളിച്ചു. പ്രിയമുള്ളവരെ, 3 ദിവസം കാണാതിരുന്ന കുഞ്ഞിനെ മോനെ എന്ന് വിളിച്ചുകൊണ്ടാണ് രാത്രി മുഴുവൻ തെറ്റിപ്പോയിട്ട് ഒന്നും കിട്ടാതെ കയറി വന്നവനെ യേശു വിളിച്ചത് എന്താ? കുഞ്ഞെ എന്നാ വിളിച്ചത്. അപ്പം യേശുവിൻ്റെ ഭാഷ എവിടുന്ന് രൂപപ്പെട്ടതാ? അമ്മയിൽ നിന്ന് രൂപപ്പെട്ട ഒരു സോഫ്റ്റ് ഭാഷയുണ്ട്. മനസ്സിലാക്കണേ, ആ ഒരു സംസ്കാരമാണ് യേശുവിനെ എന്ത് വിളിപ്പിച്ചത്? കുഞ്ഞെ എന്ന് വിളിച്ചത്. യേശുവിനെ അമ്മ സ്വാധീനിച്ചു. യേശു യോഹന്നാനെ സ്വാധീനിക്കുന്നു. യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ പറയാണ്, കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യരുത്? പാപം ചെയ്യരുത്. യോഹന്നാന്റെ ലേഖനത്തിൽ കുഞ്ഞുങ്ങളെ, ലിറ്റിൽ ചിൽഡ്രൻ യു ഷുഡ് നോട്ട് കമ്മിറ്റ് സിൻ, നീ പാപം ചെയ്യരുത് എന്ന് കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കാൻ യോഹന്നാനെ പഠിപ്പിച്ചത് ആരാ? യേശുവാണ്. യേശുവിനെ പഠിപ്പിച്ചത് ആരാണ്? അമ്മയാണ്. നമ്മുടെ ഭാഷ ക്രൈസ്തവമായിരിക്കണം. നമ്മുടെ ഭാഷ വേദപുസ്തകാടിസ്ഥാനത്തിലുള്ളതായിരിക്കണം. നോക്ക് പ്രിയമുള്ളവരെ, ആ ഭാഷയാണ് ആര് വിളിച്ചത്? അമ്മ വിളിച്ചത്. അപ്പം ഭയങ്കര സ്വാധീനം ചെലുത്തി. മനുഷ്യനെ മാറ്റാൻ ഈ ഭാഷയ്ക്ക് ഭയങ്കര സാന്നിധ്യമുണ്ട്, അല്ലേ? എത്ര തെറ്റിപ്പോയിട്ട് വരുന്നവനെ കുഞ്ഞെ എന്ന് വിളിക്കാൻ, മോനെ എന്ന് വിളിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ അതൊരു സംസ്കാരമാണ്. ആ സംസ്കാരം രൂപപ്പെടേണ്ടത് ക്രൈസ്തവ ഭവനങ്ങളിൽ നിന്നാണ്. ആ ഭവനത്തിൽ നിന്ന് രൂപപ്പെട്ട യേശുവിനെ മാത്രമേ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ വന്നവരെ എന്തെന്ന് വിളിക്കാൻ ഒത്തുള്ളൂ? കുഞ്ഞെ എന്ന് വിളിക്കാൻ ഒത്തുള്ളൂ. അപ്പോൾ യേശുവിൻ്റെ അമ്മ എന്ത് വിളിച്ചു? മോനെ എന്ന് വിളിച്ചു. എത്ര ദിവസം കഴിഞ്ഞപ്പോൾ? 3 ദിവസം. എന്തോ ഒരു സ്നേഹം വന്നു. മോനെ സ്വാധീനിക്കുമോ? സ്വാധീനിക്കുക. ഞാൻ എൻ്റെ ഭാവന പറയുകയാണ്, ഈ സെക്കരിയാവും ഏലിസബത്തും കൂടെ ദമ്പതികളായിരുന്നല്ലോ. ഏലിസബത്ത് പരിശുദ്ധാത്മാവിനെ ഗർഭവതിയായി. അത് വന്ന് ദൂതൻ ആരോട് പറഞ്ഞു? സെക്കരിയാവിനോട് പറഞ്ഞു. സെക്കരിയാവ് അങ്ങ് ചിരിച്ചു. ദൂതൻ അങ്ങ് ദേഷ്യം വന്നു. അപ്പം ദൂതന് എന്ത് വരും? ദേഷ്യം വരും. ദൂതൻ ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, ഇനി നീ മിണ്ടണ്ട എന്ന് വരെ. കൊച്ചുണ്ടായി, അവന് പേരിടുന്നിടം വരെ എന്ത് ചെയ്യരുത്? മിണ്ടരുത്. പേരും വന്ന് എന്ത് പേരിടണം ചോദിച്ചപ്പോൾ യോഹന്നാൻ പേനയും കൊണ്ടുവന്നിട്ട് യോഹന്നാൻ എന്ന് പേരിട്ട്. അത് ഇട്ടപ്പോഴാണ് അവൻ്റെ വായ എന്ത് ചെയ്തത്? തുറന്നത്. അപ്പോൾ ഈ 10 മാസം അപ്പോൾ ഈ സെക്കരിയാവ് ആരോട് മിണ്ടിയിട്ടില്ല? ഏലിസബത്തിനോട് മിണ്ടിയോ? ഇല്ല. ഈ ഏലിസബത്ത് എന്ത് ചെയ്യുന്നറിയാമോ? എല്ലാവരെയും പേടിച്ചിട്ട് അവൾ പോയി എന്ത് പാർത്തു? ഒളിച്ച് പാർത്തു. ആര്? ഏലിസബത്ത്. അപ്പന് മിണ്ടാൻ നോക്കുമോ? ഇല്ല. അമ്മ ശബ്ദം കേട്ടോ? ഇല്ല. പിന്നെ ആകെ ഇതിനിടയ്ക്ക് കേട്ടത് ഒറ്റ ശബ്ദമാണ്. 3 മാസം ആരുണ്ടായിരുന്നു? മറിയ ഉണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ യോഹന്നാന് ഭയങ്കര ശബ്ദ തുള്ളലായിരുന്നു. എന്താ കേട്ടപ്പം? ശബ്ദം കേട്ടപ്പം. അപ്പോൾ ഈ 10 മാസം അധികം ശബ്ദം ആര് കേട്ടില്ല? യോഹന്നാൻ കേട്ടില്ല. അതുകൊണ്ട് തന്നെ ജനിച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ നേരെ ഒരു നടത്തം. എവിടെ? മരുഭൂമി. അവിടെ എന്തോ ഇല്ല, ശബ്ദമില്ല. അപ്പോൾ യോഹന്നാൻ എന്തോ അലർജിയായിരുന്നു, ശബ്ദം അലർജിയായിരുന്നു. കാരണം ഈ 10 മാസം എന്തോ കേട്ടില്ല. ഇനി കേട്ടാൽ ഭയങ്കര ദേഷ്യപ്പെടുന്ന വാക്കേ പറഞ്ഞു, സർപ്പസന്തതിയെ മോനെ എന്ന് വിളിക്കാൻ ആർക്കറിയത്തില്ല. കാരണം എന്നാണെന്നറിയാമോ? സെക്കരിയാവിൻ്റെ ഏലിസബത്തിൻ്റെ വയറ്റിൽ കിടക്കുമ്പോൾ സെക്കരിയാവ് ചക്കരയെ പൊന്നെ കുട്ടാന്നൊന്നും ആരെ വിളിച്ചില്ല. ഈ വിളിയൊന്നും ആര് കേട്ടില്ല. കാരണം അപ്പന് മിണ്ടാൻ വയ്യ. മോനെ മോനെ കുട്ടോ എന്നൊന്നും ആര് വിളിച്ചില്ല. സെക്കരിയാവ് വിളിച്ചില്ല. അതുകൊണ്ട് അവൻ സർപ്പസന്തതി എന്നൊക്കെ എന്ത് ചെയ്യാത്തറിയത്തുള്ളൂ. അല്ലായിരുന്നെങ്കിൽ കുറേ നാളുകൂടെ കഴുത്തിന് മേളിൽ തല കണ്ടേര്. പക്ഷേ ഭാഷ മോശമായിരുന്നു. ആരുടേത്? സെക്കരിയാവിൻ്റെ. കാരണം എന്തോ കേട്ടില്ല, ശബ്ദം കേട്ടില്ല. പ്രിയമുള്ളവരെ, പിള്ളേർ കേട്ട് വളരണം. എന്ത് ശബ്ദം? നല്ല ശബ്ദം കേൾക്കണം. ഇത് ഭയങ്കര സാന്നിധ്യമാണ്. സ്നേഹത്തിൻ്റെ ഒരു വാക്കാണ്. ഈ വാക്കിന് സാന്നിധ്യം ഉണ്ടോ? ഉണ്ട്. നമുക്ക് വിമർശനമോ തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ ആശയ വൈരുദ്ധ്യങ്ങളൊക്കെ ഉണ്ടാകാം. അതവിടെ ഉണ്ടാകട്ടെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്. ബാക്കി നിങ്ങളുടെ ഇഷ്ടം പോലെ വ്യാഖ്യാനിച്ചെടുത്തോ. പക്ഷേ ഒന്ന് എന്നെ സ്വാധീനിച്ച ഒരു കാര്യം, എന്നെ വല്ലാതെ ധ്യാനിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഈ ഞങ്ങളുടെ അവിടെ ഈ ദേവസ്യ മുല്ലക്കര സാറ് വന്നു. ബാക്കി പുള്ളിയുടെ നിങ്ങൾക്ക് ഇഷ്ടക്കേടോ എന്തോ അത് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതവിടെ കിടന്നോട്ടെ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, എന്നെ പുള്ളി ഇഷ്ടപ്പെടുത്തിയ ഒരു സ്വാധീനിച്ച ഒരു കാര്യം, അദ്ദേഹം പുള്ളിയുടെ ഒരു പ്രാർത്ഥനാ ശൈലി എന്നാന്ന് ചോദിച്ചാൽ, യോഗം കഴിഞ്ഞിട്ട് ആൾക്കാർ ഓരോരുത്തരായിട്ട് വരും. ടോക്കണൊക്കെ എടുത്താൽ വരുന്നത് കണ്ടിട്ടുണ്ടോ? എന്നിട്ട് പുള്ളി ഇങ്ങനെ ഇരിക്കും. ഒരാൾ ഇവിടെ ഇരിക്കും, ഒരാൾ 3-4 കസേര ഇടും. ഇവിടെ 4 കസേര, ഇവിടെ 4 കസേര. എന്നിട്ട് ഓരോരുത്തർക്ക് വേണ്ടി എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. അപ്പം നമുക്ക് ഇത് ഇച്ചിരി പാടുള്ള കാര്യമാണ്. 3-4 മണിക്കൂർ ഇരുന്ന് എന്ത് ചെയ്യുക?
പ്രാർത്ഥിക്കുക. എന്തോ ഒരു പാടാണെന്നറിയാമോ? ഞങ്ങളവിടെ ഒരു യോഗം വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്നാ ചോദിച്ചാൽ, ഒത്തിരി ഇതര മതസ്ഥർ അവിടെ വന്നു. അപ്പോൾ അത് നല്ലപ്പോൾ ഈ പുള്ളി വന്നപ്പോഴാണ് വരുന്നത്, ഒത്തിരി വന്ന്. അപ്പം പുള്ളി പ്രാർത്ഥിക്കാം. അപ്പം ഞാനും എൻ്റെ ഭാര്യയും കൂടെ പ്രാർത്ഥിക്കാൻ പോയി. അപ്പം ഞങ്ങൾ വന്നപ്പോൾ ഒരാൾ ഇവിടെ ഇരുത്തി, ഒരാൾ അങ്ങനെ ഇരുത്തുന്നു, ടോക്കൺ കിട്ടി അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുത്തി. എന്നിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എന്നോട് ചോദിച്ചു ആരാണ്, ഞാൻ പറഞ്ഞു പാസ്റ്റാണ്, എവിടെയാണ്, എല്ലാം ചോദിച്ചു. എല്ലാം ഭയങ്കര സന്തോഷം, കാര്യം എല്ലാം ചോദിച്ചു. എന്നാൽ മോനെ ഞാൻ പ്രാർത്ഥിക്കട്ടെ, എന്നാൽ പ്രാർത്ഥിക്കാൻ പോകും. പുള്ളി പ്രാർത്ഥിക്കുകയാണേ, കർത്താവേ ഈ ചക്കരക്കൂട്ടനെ കണ്ടോ, ഈ ചക്കരക്കൂട്ടൻ എന്തോ ഒരു നല്ല കൊച്ചൻ, അയ്യോ അവന് ഒത്തിരി ഭാരമുണ്ട് കർത്താവേ, കുട്ടൻ്റെ ഒത്തിരി ദുഃഖം എല്ലാം ഉണ്ട് കർത്താവേ, അവന് വഹിക്കാൻ വയ്യാത്ത ഭാരം അവൻ്റെ തലയിൽ വെച്ചിരിക്കുകയാണേ കർത്താവേ, ഈ ചക്കരക്കൂട്ടനെ ഒന്ന് തൊടണേ, ചക്കരക്കൂട്ടനെ ഒന്ന് തൊടണേ. എന്നിട്ട് ഞാനിങ്ങനെ കണ്ണടച്ചിരിക്കുക, എന്നെ കുട്ടാ മോനെ കണ്ണു പറഞ്ഞേ, കുട്ടനെ ഇപ്പം തൊടുക കേട്ടോ, തൊടുക ചക്കരക്കുട്ട താണ്ട് തൊട്ടു. സത്യമായിട്ട് എനിക്കും തോന്നി ഏതാണ്ട് എന്നെ തൊട്ടെന്ന്. എനിക്കറിയത്തില്ല അതിൻ്റെ സൈക്കോളജിയാണോ ദൈവാത്മാവാണോ ഏതായാലും ഒന്നും എനിക്കറിയാം, എന്നെ ഏതാണ്ട് തൊട്ടു. അപ്പം ഞാൻ ഓർത്ത് എനിക്ക് ഇത് ഉണ്ടായുള്ളത്. തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറയാ, എൻ്റെ പൊന്ന ചാച്ചാ എനിക്കങ്ങ് കരയണമെന്നാന്നോ ചിരിക്കണമെന്നാന്നോ എനിക്കറിയാൻ വയ്യ, എനിക്കങ്ങ് അങ്ങ് ഏതാണ്ടെല്ലാം പോലെ തോന്നി. ഞാൻ ചോദിച്ചു അതിന്, എന്നോട് പറയാ ചക്കരക്കുട്ട യോ എനിക്കങ്ങ് സങ്കടം, എൻ്റെ ചാച്ചാ എനിക്കറിയാൻ വയ്യ, വല്ലാത്തൊരു അനുഭവമായിരുന്നു. സത്യമാണ്, എൻ്റെ അപ്പൻ ഇന്ന് വരെ എന്നെ കുട്ടാന്ന് വിളിച്ചിട്ടില്ല. ഞാൻ ഇന്നലെ ഒരു കല്യാണത്തിന് എൻ്റെ അപ്പനെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു, ഇന്ന് വരെ എന്നെ കുട്ടാന്ന് വിളിച്ചിട്ടില്ല. എന്നെ ആദ്യം കുട്ടാന്ന് വിളിച്ചിരുന്ന മുല്ലക്കര സാറാ. അപ്പോൾ എനിക്ക് തോന്നി എന്നെ ആരാണ് എന്ത് ചെയ്തു തോട്ടത്. അപ്പം ഈ ഭാഷയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്. ഉണ്ടോ പ്രിയമുള്ളവരെ? ഇത് ആരുടെ ഭാഗത്തു നിന്നാണ് ഒഴുകേണ്ടത്? നമ്മുടെ ഭാഗത്തു നിന്നല്ലേ ഒഴുകേണ്ടത്? ആണ്. ഇതിനെന്നെ സാന്നിധ്യം ഞാനിത് വളരെ സീരിയസ് ആയിട്ട് പറയട്ടെ. ഈ എന്നെ വല്ലാതെ ധ്യാനിപ്പിച്ചൊരു കാര്യമുണ്ട്. ഞാൻ കുടുംബ കൗൺസിലിംഗ് എടുക്കുന്ന ഒരാളാണ്. ഒത്തിരി സെമിനാർ നടത്താൻ ഞാൻ എവിടെയെല്ലാം പോയിട്ടുണ്ട്. ഇംഗ്ലണ്ട് വരെ പോയി ഞാൻ ഫാമിലി സെമിനാർ എടുത്തിട്ട് പേരൻറ്റിങ് പഠിപ്പിക്കാൻ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. എനിക്ക് മൂത്ത ഒരു മോളാണ്. അവൾക്ക് ഈ അടുത്തിടയ്ക്ക് അവളൊരു ഭയങ്കര കിലുക്കാൻ പറ്റിയായിരുന്നു. പിന്നെ അങ്ങ് മൗനമായി. അപ്പോൾ എന്നോട് എൻ്റെ ഭാര്യ പറഞ്ഞു, ഇവളങ്ങ് ഭയങ്കര ദേഷ്യമൊക്കെ, ഇവളധികം സംസാരിക്കുന്നൊന്നുമില്ല, എന്തോ ചോദിച്ചാലും ദേഷ്യമാണ്, അച്ചാച്ചനൊന്ന് പോയി വർത്താനമൊക്കെ പറയാം, എന്താ കാര്യം ചോദിര്. അപ്പം ഞാനും ഓർത്തു, ഞാനൊരു ദിവസം ഇവളെ വിളിച്ചിട്ട് സംസാരിച്ചു. ഇവളൊന്നും മനസ്സ് തുറക്കുന്നില്ല. അപ്പോൾ എനിക്ക് എന്തൊക്കെയോ തോന്നി. ഞാനൊരു ദിവസം എല്ലാ പ്രോഗ്രാം കട്ട് ചെയ്തു, മൊബൈലെല്ലാം ഓഫ് ചെയ്തു. ഞാൻ പറഞ്ഞു, കുഞ്ഞെ നമുക്ക് വെളിയിൽ പോകാം, മറ്റവന്മാരോടൊന്നും പറയണ്ട, വില്ലന്മാർ താഴെ കിടപ്പുണ്ട്, ഇവന്മാരോട് പറയണ്ട, നമുക്ക് ആരും അറിയാം, പോവാം. എന്നിട്ട് വെളിയിൽ കൊണ്ടുവന്നിട്ട് ഞാൻ പറഞ്ഞു, മോളെ ഇന്ന് മോൾ എന്തോ വേണം പറഞ്ഞോ, പപ്പ മേടിച്ചു തരാം, പപ്പായുടെ കഴിവിനൊക്കെ ഒന്ന് മേടിച്ചു തരാം, മോൾക്ക് എന്തോ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. മറ്റേ ഇവള് പറയും സൈഡ് വേണം, പൂറ്റ് വേണം, റബ്ബർ ബാൻഡ് വേണം, അതെന്തൊക്കെ പറയും. ഒന്നും വേണ്ട. മോക്ക് വേണോ? വേണ്ട. മോക്ക് വേണോ? വേണ്ട. എന്നാലും പറ, വേണോ? വേണ്ട. ഞാനിവളെ കൊണ്ട് ഒരു ഹോട്ടലിൽ പോയി. അവിടെ പോയിരുന്നിട്ട് പറഞ്ഞു, മോളെ ഐസ്ക്രീം പറയട്ടെ? വേണ്ട. അല്ല എനിക്കറിയാലോ മോക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്, പക്ഷേ എനിക്കിപ്പം വേണ്ട. ഞാൻ പറഞ്ഞു, എനിക്ക് അവൾക്ക് ഇഷ്ടമുള്ളൊരു ഒരെണ്ണം ഞാൻ ഓർഡർ ചെയ്തിട്ട് ഐസ്ക്രീം വരുന്ന സമയം ഇത്തിരി സമയമെടുത്തു. അപ്പോൾ ഇവള് പറഞ്ഞു, പപ്പ നമുക്ക് വീട്ടിൽ പോവാം. ഞാൻ പറഞ്ഞു, വേണ്ട, നമ്മളും പപ്പായും മോളും കൂടി ഇരിക്കാൻ വന്നതല്ലേ, വേണ്ട, എനിക്ക് വീട്ടിൽ പോകണം. എന്നിട്ട് അവളെന്നോട് പറഞ്ഞു, അപ്പ ആ മൊബൈലും തന്നേ. എന്തിനാ? ഞാൻ മൊബൈൽ ഓഫാ. അല്ല, ഓണാക്കുക, എനിക്ക് അമ്മയെ വിളിക്കണം. ഞാൻ ചോദിച്ചു, എന്തിനാ? എനിക്ക് അമ്മയെ വിളിക്കണം, എനിക്ക് വീട്ടിൽ പോകണം. ഞാൻ പറഞ്ഞു, എന്തിനാ അമ്മയെ വിളിക്കുന്നത്? എനിക്ക് വീട്ടിൽ പോകണം. എൻ്റെ ചങ്ക് മുറിഞ്ഞു പോയി. ഈ ഉപദേശിയോട് എൻ്റെ മോള് പറയുക, അപ്പ നമുക്ക് വീട്ടിൽ പോകാം, എനിക്ക് പേടിയാ. ഞാൻ ചോദിച്ചു, എന്തിനാ മോള് പേടിക്കുന്നത്? അപ്പയല്ലേ കൂട്ടത്തിലുള്ളേ. എൻ്റെ പൊന്നപ്പ, എനിക്ക് പേടിയാ, എനിക്ക് വീട്ടിൽ പോവാം. എന്തിനാ മോളെ പേടിക്കുന്നത്? എൻ്റെ അപ്പ സത്യം പറയട്ടെ, എനിക്ക് പേടി വരുന്നു. എന്തിനാ മോളെ? എൻ്റെ അപ്പയ്ക്ക് വട്ടാണോ അപ്പ? ഞാൻ ചോദിച്ചു, അപ്പയ്ക്ക് വട്ടോ? അതെന്നാ? ഒരിക്കലും ഇല്ലാത്ത പോലെ അപ്പ ചോദിക്കുക, എന്നാ വേണ്ടേ? ഐസ്ക്രീം വേണോ? മേടിച്ച് തരാം. എൻ്റെ അപ്പയ്ക്ക് വട്ടാപ്പ, എനിക്ക് വീട്ടിൽ പോവാം. അപ്പോൾ ഒരിക്കലും ഇല്ലാത്ത പോലെ ഉപദേശിച്ച് പറയുകയാണ്, ഐസ്ക്രീം തരാം, സാധനം വേണോ? പ്രിയമുള്ളവരെ, സ്വന്തം വീട് നന്നാക്കാതെ നാട് നന്നാക്കിയിട്ട് എന്തോ ചെയ്യാനാ? ഒരു കാര്യം, ഈ ഉപദേശിയോട് കൊച്ചി ഒതുക്കിയ അപ്പൻ എന്താണോ വട്ടാണോ? ഇത് സിനിമയിലുണ്ടായതല്ല, ജീവിതത്തിൽ ഉണ്ടായതാ. കാരണം തിരക്കിൻ്റെ നടുവിൽ ലോകം മുഴുവൻ പ്രസംഗിച്ചുകൊണ്ട് നടന്നപ്പം എവിടെയോ കൊടുക്കേണ്ടത് കൊടുക്കാൻ മറന്നുപോയി.
സത്യമല്ലേ പ്രിയമുള്ളവരെ? മനുഷ്യന് ആവശ്യം വേറൊന്നുമല്ല, അവൻ്റെ അടിസ്ഥാന ആവശ്യം സ്നേഹമെന്ന് പറയുന്ന ഒന്നാണ്. ഇത് കൊടുക്കേണ്ടത് വീട്ടിൽ നിന്നാണ്. ഇത് വീട്ടിൽ കൊടുത്തില്ലേ പിന്നെ നാട്ടുംപുറത്തുകാരൻ കൊടുക്കും. പക്ഷെ അത് കൊടുക്കുന്നത് സ്നേഹമല്ല, അതിൻ്റെ പിന്നിൽ വഞ്ചന ഒളിഞ്ഞിരിപ്പുണ്ട്. അത് തിരിച്ചറിയാൻ കഴിയാതെ പോകും. കൊടുക്കേണ്ടത് അനർഗളമായിട്ട് കൊടുക്കേണ്ടത് വീട്ടിൽ നിന്നല്ലേ. വിളിക്കുക, കുഞ്ഞേ നീ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? ഈ ഭാഷ മനസ്സിലാക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, മനസ്സിലായെങ്കിൽ, ഈ ദൂത് മനസ്സിലായെങ്കിൽ ഒരു നിമിഷം ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. യേശു കർത്താവിൻ്റെ അമ്മ വിളിച്ചു, കുഞ്ഞെ എന്തുണ്ടോ? മോനെ നീ ഞങ്ങളോട് ഈ ചെയ്തത് എന്തെന്ന് ചോദിച്ചു. അതവിടെ നിൽക്കട്ടെ. അപ്പം ചോദിക്കണേ, അടുത്ത വാക്യം നോക്കിക്കേ, മോനെ ഈ ചെയ്തത് എന്ത്? അടുത്ത വാക്യം എന്താണ്? നിൻ്റെ അപ്പനും ഞാനും. നിൻ്റെ അപ്പനും ഞാനും. അവിടെ നിൽക്കട്ടെ ചേച്ചിമാരെ, ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങളിങ്ങനൊരു സാഹചര്യത്തിൽ ചെല്ലുന്നു, മോനെ കാണുന്നു, നിങ്ങൾ എന്ത് പറയും? നിൻ്റെ അപ്പനും ഞാനും എന്ന് പറയുമോ, ഞാനും നിൻ്റെ അപ്പനെന്ന് പറയുമോ? സ്പോണ്ടേനിയസ് ആയിട്ടൊന്ന് പറഞ്ഞേ. ഓ പറയുന്നു. എല്ലാവരും ഞാനും നിൻ്റെ അപ്പൻ എന്ന് പറയോ, നിൻ്റെ അപ്പനും ഞാനെന്ന് പറയോ? അങ്ങ് പറ, ചുമ്മാ അങ്ങ് പറ. ഞാനും നിൻ്റെ. അവിടെ എല്ലായിടത്തും ആരുണ്ട്? ഞാനുണ്ട്. ഞങ്ങളുടെ അവിടെ ഒരു ഉപദേശിയുണ്ട്. പുള്ളി ആ കുടുംബം രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ പുള്ളി പറയും, അവിടെ ആദ്യം പോയി കാല് വെച്ച് കവിട്ടി പ്രാർത്ഥിച്ചത് ആരാണ്? ഞാനാണ്. അച്ചായ അവിടെ ഒരു സഭ തുടങ്ങിയ അവിടെ ആദ്യം പോയത് ആരാണ്? ഞാനാണ്. അപ്പോൾ എന്തോ പറഞ്ഞാലും പുള്ളി പറയും അവിടെ ആദ്യം ആരാണ്? ഞാനാണ്. അങ്ങനെ ഞങ്ങളുടെ പിള്ളേരെല്ലാം കൂടെ പുള്ളിക്ക് പേരിട്ടു പാസ്റ്റർ അൽക്കൊയ്ത. എവിടെ ബോംബ് പൊട്ടിയാലും ആരും ഏറ്റില്ല, അൽക്കൊയ്ത പറയും ആരാണ്? എവിടെയെങ്കിലും ഒരു ബോംബ് പൊട്ടി ഉത്തരവാദിത്വം ആരും ഏറ്റില്ലെങ്കിൽ അൽക്കൊയ്ത പറയും ആരാണ്? ഞങ്ങളാണ്. അങ്ങനെ ഞങ്ങളുടെ പിള്ളേർ ഉപദേശിക്ക് പേരിട്ടു പാസ്റ്റർ അൽക്കൊയ്ത. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ഞാനും നിൻ്റെ അപ്പനെന്ന് പറയുമോ, നിൻ്റെ അപ്പനും ഞാനെന്ന് പറയുമോ? പക്ഷേ ഈ അമ്മ പറഞ്ഞത് എന്താ? അപ്പോൾ അപ്പൻ ആരെയും കൊണ്ട് സംസാരിപ്പിച്ചു? അമ്മയും കൊണ്ട്. അമ്മ ആർക്ക് ബഹുമാനം കൊടുത്തു? അപ്പന്. അപ്പോൾ ഈ ബഹുമാനിക്കണമെന്ന് യേശുവിനെ പഠിപ്പിച്ചത് ആരാ? അപ്പനും അമ്മയാ പ്രിയമുള്ളവർ. അതുകൊണ്ടാണ് അവൻ തന്നേക്കാൾ മറ്റുള്ളവനെ ശ്രേഷ്ഠമെന്ന് എണ്ണി അത്താഴത്തിൽ എഴുന്നേറ്റ് വസ്ത്രം ഊരി വെച്ച് ശിഷ്യൻ്റെ കാല് കഴുകി അവനെ ബഹുമാനിക്കാൻ യേശുവിനെ പഠിപ്പിച്ചത് ആരാണ്? അപ്പനും അമ്മയാ. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. പ്രിയമുള്ളവരെ, ഈ തിരുക്കുടുംബത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് പുറത്തു വന്ന യേശു കർത്താവ് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ വന്ന ഈ ശിഷ്യന്മാരെ നോക്കി വിളിക്കുന്ന ഒരു പദമുണ്ട്, കുഞ്ഞേ എന്തുണ്ടോ? കൂട്ടാൻ വല്ലതും ഉണ്ടോ? കുഞ്ഞുങ്ങളെ വല്ലാതെ പൊള്ളിപ്പോയി അവരുടെ ഹൃദയം. അവിടെയാ പത്രോസിനെ മാറ്റിയത്. അടിച്ചില്ല, പക്ഷെ എന്തോ വിളിച്ചു? കുഞ്ഞേന്ന് വിളിച്ചു. അടിയെക്കാട്ടിയും വലുതാണ് സ്നേഹത്തിൻ്റെ വഴക്ക് പറച്ചിൽ. എന്നെ അത് പഠിപ്പിച്ചത് എൻ്റെ അപ്പച്ചനാണ്. എനിക്ക് 10 വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പച്ചൻ മരിച്ചുപോയി. 8 വയസ്സൊക്കെ ഉള്ളപ്പോൾ, ഒരു 7-8 വയസ്സൊക്കെ അട്ടിച്ചുള്ളപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു പട്ടി ഉണ്ടായിരുന്നു. അന്ന് ഈ പട്ടിക്ക് നമ്മൾ ഇറച്ചിയും മീനും ഒന്നും കൊടുക്കത്തില്ല. എല്ലാം അവസാനം തിന്നുമ്പോൾ മുള്ളെല്ലാം കൂടെ ഇളക്കിയിട്ട് ആർക്ക് കൊടുക്കും? പട്ടിക്ക് കൊടുക്കുക. അപ്പോൾ അന്ന് കുഞ്ഞല്ലേ, പട്ടിയെ ഭയങ്കര ഇഷ്ടം. ഞാനെന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഉള്ള ചോറും മീനും എല്ലാം കൂടെ ഇളക്കിയിട്ട് ഈ പട്ടിക്ക് കൊണ്ട കൊടുത്തു. അപ്പോൾ അപ്പച്ചൻ ഇങ്ങനെ ചാരി കസേര കിടക്കുക. എൻ്റെ അപ്പച്ചൻ വലിയൊരു മനുഷ്യനാണ്. അപ്പച്ചൻ ചാരി കസേര കിടക്കുക. അപ്പോൾ ഈ പട്ടിക്ക് ഇത് കൊടുക്കുന്നത് കണ്ടുകൊണ്ട് അപ്പച്ചൻ എന്നോട് ചോദിച്ചു, ഇതെല്ലാം കൂടെ നീ ഇളക്കി പട്ടിക്ക് കൊടുത്തോളാൻ ചോദിച്ചു. അപ്പോൾ പിടിക്കപ്പെട്ടില്ലേ. ഞാനെന്ത് ചെയ്യുന്നത് അറിയാമോ? കുഞ്ഞാണ്. ഞാൻ ഈ പട്ടിയുടെ മുമ്പിൽ നിന്ന് ഈ പാത്രം തട്ടിയെടുത്തു. ഇങ്ങനെ എടുത്തിട്ട് പറഞ്ഞു, എന്നാൽ അപ്പച്ചൻ കഴിച്ചോളാൻ പറഞ്ഞു. എൻ്റെ പ്രിയമുള്ളവരെ, ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. 8 വയസ്സേ ഉള്ളൂ. എൻ്റെ അപ്പച്ചൻ ഇങ്ങനെ ചാരു കസേര കിടക്കുക. അപ്പച്ചൻ ഒന്നും പറഞ്ഞില്ല, എന്നെ അടിച്ചില്ല. എനിക്ക് മനസ്സിലായി ഇത് എവിടെയോ കൊണ്ടു. ഞാൻ വന്ന് നോക്കിയപ്പോൾ എൻ്റെ അപ്പച്ചൻ്റെ കണ്ണിൽ കൂടെ ഇങ്ങനെ കണ്ണീര് വരികയാണ്. ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ കാക്കപ്പോൾ അപ്പച്ചൻ എന്നെ ഒന്ന് അടിച്ചേ. അതിന് മോനൊന്നും ചെയ്തില്ലല്ലോ. അപ്പച്ചൻ എന്നെ ഒന്ന് അടിച്ചേ. എൻ്റെ അപ്പച്ചൻ എന്നെ അടിച്ചില്ല. അപ്പച്ചൻ എൻ്റെ വഴക്ക് പറഞ്ഞില്ല. പക്ഷേ അപ്പച്ചൻ്റെ കണ്ണിൽ കൂടെ 2 കണ്ണീര് വന്നു. അന്ന് ഞാനൊരു കാര്യം പഠിച്ചു, ആരെയും വേദനിപ്പിക്കരുതെന്ന്. വാക്കുകൾക്ക് ശക്തിയുണ്ടെന്ന്. അടിച്ചായിരുന്ന ഞാൻ മറന്നുപോയനെ. പക്ഷേ ആ കണ്ണീര് ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഒരു വാക്ക് അടിയെക്കാട്ടിലും വലുതാണ് സ്നേഹത്തിൻ്റെ ഒരു സന്ദേശം. അത്താഴത്തിന് തണുപ്പാണ്, അത് മരണത്തെ കാണിക്കുന്നതാണ്. അതിന് അത്താഴം മരണത്തെ കാണിക്കുന്നതാണ്. അത് അന്ത്യ അത്താഴമാണ്. ഞാൻ വരുമ്പോഴും എൻ്റെ ഓർമ്മയ്ക്ക് എൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അത്താഴത്തിൽ പങ്കുണ്ടെങ്കിൽ അത്താഴം കഴിഞ്ഞിട്ട് അതിൻ്റെ അത്താഴം കൊണ്ട് അവസാനിക്കുകയല്ല. പ്രിയമുള്ളവരെ, നിന്നെ കാത്തിരിക്കുന്ന ചൂടുള്ള ഒരു പ്രഭാത ഭക്ഷണമുണ്ട്.
ആ അന്ത്യ അത്താഴം തണുത്തതാണെങ്കിൽ ആ മരണത്തിന് പങ്കുള്ളവരായി നാം ആ നിന്ന വഹിച്ചുകൊണ്ട് ദൈവത്തോടൊപ്പം അന്ന് നടക്കാമെങ്കിൽ അവന് വേണ്ടി ഒരുക്കുന്ന ഒരു ചൂടുള്ള പ്രഭാതമുണ്ട്. 30 സങ്കീർത്തനം കൂട്ടി വായിച്ച് സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാവാർക്കും, എന്നാൽ ഉഷസ്സിൽ എന്തു വരും? ആനന്ദഘോഷം വരും. എല്ലാ സന്ധ്യ അവസാനിക്കുന്നത് ഒരു പ്രഭാതത്തിലാണ്. ഒരു അത്താഴമുണ്ടെങ്കിൽ അത് തണുപ്പാണെങ്കിൽ നിനക്ക് വേണ്ടി ചൂടുള്ള ഒരു പ്രഭാതം ഒരുക്കുന്ന ഒരു ദൈവത്തിൻ്റെ വിരുന്നുമേശയുണ്ട്. പക്ഷെ അതിൽ പങ്കുണ്ടാകണമെങ്കിൽ എന്തി പങ്കുണ്ടാകണം? അത്താഴത്തിൽ പങ്കുണ്ടാകണം. വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. അത് കഴിഞ്ഞിട്ട് പെരുത്ത മീൻകൂട്ടം കിട്ടുന്നു. യേശു അവരോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ ഇപ്പം പിടിച്ച ചിലത് എന്ത് ചെയ്യണം? കൊണ്ടുവരണം. പ്രിയമുള്ളവരെ, യേശു നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ പ്രഭാത ഭക്ഷണത്തിന് മധുരം പകരുവാൻ, അതിന് ചൂട് കൂട്ടുവാൻ യേശുവിന് നമ്മൾ കൊണ്ടുവരുന്ന ചിലത് വേണം. യേശു ചോദിക്കുന്ന ഒരു ചോദ്യം, ഇപ്പം പിടിച്ച ചിലത് കൊണ്ടുവരണം. എല്ലാവരും ആ വാക്കൊന്ന് പറഞ്ഞ്, ഇപ്പോൾ പിടിച്ച ചിലത് എന്ത് ചെയ്യണം? കൊണ്ടുവരണം. ഉണ്ടോന്നല്ല ചോദിക്കുന്നത്, ഇപ്പം പിടിച്ച ചിലത് എന്ത് ചെയ്യണം? കൊണ്ടുവരണം. എല്ലാവരും ആ വാക്ക് ചേർന്നൊന്ന് പറഞ്ഞേ, കൊണ്ടുവരുവിൻ. അത് ഇമ്പരറ്റീവാണ്, അത് കമാൻഡ്മെന്റ് ആണ്, അതിനപ്പുറം അത് റിക്വസ്റ്റ് അല്ല. യേശു രാജാവാണ്. ആ രാജാവിൻ്റെ വാക്കുകൾ നിന്ന് വരുന്നത് ഭയങ്കര ചൂടുള്ള ഒരു വാക്കാണ്, നീ ഇപ്പം പിടിച്ച ചിലത് കൊണ്ടുവരണം. 2013 അവസാന ദിവസങ്ങളിലേക്ക് കടന്നു വരുന്നവരെ ഒരു ചോദ്യം ആത്മാവ് നമ്മുടെ അന്തരംഗത്തെ തൊട്ട് ചോദിക്കുകയാണ്, ഇപ്പം പിടിച്ചത് എന്തുണ്ട്? ഇപ്പം പിടിച്ചത് എന്തുണ്ട്? ഇപ്പം പിടിച്ചത് എന്തുണ്ട്? ഈ വർഷം എത്ര പുതിയ ആത്മാവുണ്ട്? ഈ വർഷം പുതിയ അനുഭവം എന്തുണ്ട്? പ്രിയമുള്ളവരെ, പഴയ കഥകളും സാക്ഷ്യങ്ങളും നമുക്കുണ്ടായിരിക്കുക, അത് അവിടെ ഇരിക്കട്ടെ. പക്ഷെ യേശു ചോദിക്കുന്നത് ഇപ്പം പിടിച്ചത് എന്തുണ്ടെന്ന്. ഉണ്ടോന്നല്ല, പിന്നെന്താ? കൊണ്ടുവരുവീൻ. എല്ലാവരും ചേർന്ന വചനമൊന്ന് പറഞ്ഞ്, ഇപ്പം പിടിച്ച ചിലത് ഉറക്കെ പറ, കൊണ്ടുവരുവീണ്. ശിഷ്യരോട് യേശുവിന് പറയാനൊരു കാര്യമുണ്ട്, നീ വരുമ്പോൾ ഇപ്പം പിടിച്ച ചിലതുമായിട്ട് കൊണ്ടുവരണം. നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ദൂതുണ്ട്, പാട്ടുണ്ട്, പ്രസംഗമുണ്ട്. പഴയതല്ല, ഇപ്പം പിടിച്ച പുതിയതുമായിട്ട് വേണം. നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്ന പ്രഭാത ഭക്ഷണത്തിന് മാറ്റുകൂട്ടുവാൻ ഇപ്പം പിടിച്ച ചിലതിനെ കർത്താവിന് വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് പെരുത്ത മീൻകൂട്ടം കിടക്കുക. ഈ പെരുത്ത മീൻകൂട്ടം കിടക്കുന്നത് കണ്ടുകൊണ്ട് പത്രോസ് എന്ന മനുഷ്യൻ്റെ അകത്തെ ധനശാസ്ത്രജ്ഞൻ, ബിസിനസ്സുകാരൻ കണക്ക് കൂട്ടാൻ തുടങ്ങി. എന്താണ് ഇപ്പം 153? അങ്ങനെയാണെങ്കിൽ ഈ ബിസിനസ് കൊള്ളാം. കുറേ നാൾ കൊണ്ട് ഞാൻ എന്ത് മേടിക്കും? വലിയ ബോട്ട് മേടിക്കും, വല മേടിക്കും. കണക്കുകൂട്ടലുകൾ അവൻ തുടങ്ങിയപ്പോൾ യേശു അവൻ്റെ ചങ്കിക്കുട്ടുന്ന അടുത്ത ചോദ്യം ചോദിച്ചു, പത്രോസേ, നീ ഇവയിലധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അവൻ പടകും വലയും വിട്ട് യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുകയാണ് വീണ്ടും പുതിയ തീരുമാനത്തോടെ. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, കർത്താവ് വീണ്ടും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇപ്പം നിനക്കുള്ള സകലതിനേക്കാൾ ഉപരി നീ ഇവയിൽ അധികമായിട്ട് എന്നെ എന്ത് ചെയ്യുന്നുണ്ടോ? സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. 3 ചോദ്യങ്ങൾ. കുഞ്ഞുങ്ങളെ, എന്തുണ്ടോ? കൂട്ടാൻ വല്ലതും ഉണ്ടോ? 2, ഇപ്പം പിടിച്ച ചിലത്. 3, ഇവയിൽ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇതെല്ലാം ചോദിക്കുമ്പോൾ ഉപരിയായിട്ട് കുഞ്ഞെ കൂട്ടാൻ ഈ ഭാഷ യേശുവിന് എവിടുന്ന് കിട്ടി? തൻ്റെ വീട്ടിൽ നിന്ന് കിട്ടി. അവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സ്വന്തം ദൈവത്തിൻ്റെ വേണ്ടി, തിരുഹിതത്തിന് വേണ്ടി സമർപ്പിക്കുന്നവൻ. കയ്യിലെ കല്ല് താഴെ ഇടണമെന്ന് പഠിപ്പിച്ച ഒരപ്പൻ. കയ്യിൽ കല്ല് വേണ്ട, പക്ഷേ എവിടെ വാള് വേണം? ചങ്കി വാള് വേണം. നോക്ക്, കഷ്ടപ്പെട്ട ആരാധനയ്ക്ക് നടന്നു പോകുന്നൊരു കുടുംബം. പിന്നെയോ 3 ദിവസം കണ്ടിട്ടും കുഞ്ഞെന്ന് വിളിച്ച ഒരമ്മ. പ്രിയമുള്ളവരെ, ഇതെല്ലാം കൂടെ കൂട്ടി ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. യേശു എന്ന വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുകയാണ് ആ കുടുംബം. അതാണ് യേശുവിനെ രൂപപ്പെടുത്തിയത്. ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ട് എല്ലാവരും ദൈവസന്ധി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാട്ട്. കർത്താവ് നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നു, ഈ ഭാഷ നമുക്ക് ചെയ്യാൻ ഒക്കുമോ? ഈ സ്നേഹത്തിൻ്റെ ഭാഷ പുറത്തു വരേണ്ടത് നമ്മളിൽ നിന്നല്ലേ, അതോ വേറെ എവിടെ നിന്നെങ്കിലും ആണോ? പക്ഷേ ഇത് വരുന്നുണ്ടോ? റഫ്നെസ് അല്ലേ പലപ്പോഴും ഉണ്ടാകുന്നത്? നമ്മുടെ ഭാഷ ഭയങ്കര റഫല്ലേ ഭാഷയ്ക്കകത്ത്. ഒരിക്കൽ മദർ തെരേസ, ഞാൻ അവരുടെ ജീവിതത്തിൽ ഞാൻ പഠിച്ചൊരു പാഠം, മദർ തെരേസയുടെ ശിഷ്യനായി തീർന്ന ഒരു വലിയ ബ്രാഹ്മണനുണ്ട്, അല്ലെങ്കിൽ വലിയ ബിസിനസ്സുകാരൻ. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരിക്കൽ അമ്മ രാവിലെ പിഞ്ഞുങ്ങളുമായിട്ട് സംഭാവനയ്ക്ക് ചെന്നു. ഭയങ്കര ക്രൈസ്തവ വിരോധിയായിരുന്ന ഈ ബ്രാഹ്മണൻ അമ്മയെ കാർക്കിച്ചൊരു തുപ്പ് തുപ്പി.
ആ തുപ്പൽ അമ്മയുടെ മുഖത്ത് വീണു. അമ്മ പതുക്കെ ആ തുപ്പൽ തുടച്ചു കളഞ്ഞിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു, സഹോദര, എനിക്കുള്ള സംഭാവന കിട്ടി, സന്തോഷം, ഇനി എൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ള സംഭാവന തരാമോ? അന്ന് ആ മനുഷ്യൻ അമ്മയുടെ മുമ്പിൽ മുട്ടുമടക്കി അമ്മയുടെ ശിഷ്യനായി. എന്താ? എൻ്റെ സംഭാവന കിട്ടി, സന്തോഷം, എൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ള സംഭാവന തന്നേ. പ്രിയമുള്ളവരെ, നമ്മുടെ വാക്കുകളാണ് വ്യക്തികളെ മാറ്റുന്നത്. ഇന്ന് പകലിൽ രാത്രിയിൽ എത്ര പേര് ദൈവസന്നിധി പ്രാർത്ഥിക്കും, യേശുവേ എൻ്റെ ഭാഷയ്ക്കൊരു വ്യത്യാസം വരണം, എൻ്റെ ഭാഷയ്ക്ക് എനിക്കൊരു വ്യത്യാസം വരണം, എൻ്റെ കുടുംബത്തിൽ എവിടെയൊക്കെ വ്യത്യാസം വരാനുണ്ടല്ലോ അതുണ്ടെന്ന് ബോധ്യമുള്ളവർ, ആത്മാവിൻ്റെ മുമ്പിൽ ഞാൻ ഇനിയും പണിയപ്പെടാൻ ബാക്കിയുണ്ട് എന്നുള്ളവർ ഒരു നിമിഷം കരങ്ങളെ ദൈവസന്നിധിയൊക്കൊന്ന് ഉയർത്താമോ? എൻ്റെ ഭാഷയ്ക്ക് വ്യത്യാസം വരേണ്ടതുണ്ട്. എനിക്ക് എവിടെയൊക്കെയോ ഈ വാക്കുകൾ എൻ്റെ കുടുംബത്തിനകത്ത്, എൻ്റെ കുടുംബജീവിതത്തിനകത്ത്, എൻ്റെ വീടിനകത്ത് എനിക്കൊരു വ്യത്യാസം വരേണ്ടവനാണ്. എനിക്ക് എവിടെയൊക്കെയോ സ്നേഹത്തിൻ്റെ വാക്കുകൾ ഇനി ഒഴുകാനും ബാക്കിയുണ്ടല്ലോ കർത്താവേ. അതിന് നമ്മൾ രാവിലെ ചിന്തിച്ച ചിന്തകളുടെ തുടർമാനമായിട്ടാണ്. ഇതൊരു ഉണർവ് പ്രാസംഗികം ആയിരിക്കത്തില്ല, പക്ഷേ ഇവിടെ ഉണർവുണ്ടാകണം, ഭാഷകൾ ഉണർവുണ്ടാകണം. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. എൻ്റെ കുടുംബങ്ങൾക്ക് രൂപാന്തരം ഉണ്ടാകട്ടെ, ഒരു കുടുംബ നവീകരണം ഉണ്ടാകട്ടെ, വലിയ വ്യത്യാസം നമ്മുടെ മൊത്തത്തിലുണ്ടാകട്ടെ, ഭാഷകൾക്കുണ്ടാകട്ടെ. കർത്താവ്, ഈ വ്യത്യാസത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുകയാണ് എന്നുള്ളവർ ശാന്തമായി ദൈവസന്നിധി എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ചില നിമിഷങ്ങൾ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആണ് നമ്മുടെ നേതാവ്. തെറ്റിപ്പോയ എൻ്റെ പ്രിയമുള്ളവരെ അവനെ മുടക്കാൻ എളുപ്പമാണ്. അവനെതിരെ മുടക്ക് നോട്ടീസ് വായിച്ച് സഭയെന്ന് തിരുത്തി 6 മാസത്തേക്കിന് സാക്ഷ്യം പറയരുതെന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ അതിനും അപ്പുറത്ത് എളുപ്പമല്ലാത്ത ഒന്നുണ്ട്. അവനെ തോളി കൈയിട്ട് കുഞ്ഞെന്ന് വിളിക്കാൻ ഇന്ന് ആളില്ല. മുടക്കാൻ കമ്മിറ്റി കൂടാൻ എളുപ്പമാണ്. ഒരു നോട്ടീസിൻ്റെ കാര്യമുള്ളൂ. അവിടെ നമ്മൾ വിശുദ്ധരായി പ്രമാണമുള്ളവരായി എന്നാൽ അതിൻ്റെ പിന്നിലെ കാരണം കണ്ടെത്തി അവനെ കുഞ്ഞ് എന്ന് വിളിച്ച് സാരയില്ല മക്കളെ എന്ന് പറയാൻ അതിനൊരു മൂപ്പന്മാരുണ്ടോ? അതിന് മൂപ്പന്മാരുണ്ടോ? കുഞ്ഞെ എന്ന് വിളിച്ചുകൊണ്ട് തെറ്റിപ്പോവനെ തേടിച്ചെല്ലാൻ ഒരു മാതാപിതാക്കളെ സഭയ്ക്കകത്ത് എഴുന്നേക്കണം. എന്നാൽ ഈ കുഞ്ഞുങ്ങൾ വഴിവഴച്ച് പോത്തില്ല. പോയാലും അവൻ തിരിച്ചു വരും. ഇങ്ങനെ വിളിക്കാൻ ഒരുവൻ ഉണ്ടെങ്കിൽ അവൻ തിരിച്ചു കയറി വരും. ഇതാ സഭ. ഇതാ എന്നെ യേശു പഠിപ്പിച്ച സഭ. മറ്റേത് കോടതിയാ. കോടതി ഭാഷയല്ല യേശുവിൻ്റെ ഭാഷ. അത് നമ്മുടെ വീട്ടിലുണ്ടാകണം, നമ്മുടെ സഭയിലുണ്ടാകണം, നമ്മുടെ സഭകളിലുണ്ടാകണം. കർത്താവേ, ഇതിന് ഞാൻ തയ്യാറാണ്. എൻ്റെ ഭാഷ യേശുവിൻ്റെ ഭാഷയാകണം. എൻ്റെ സമീപനം യേശുവിൻ്റെ സമീപനമാകണം. എൻ്റെ കുടുംബത്തിൽ അത് ഉണ്ടാകണം. എല്ലാവരും ഒരു നിമിഷം ദൈവസന്നിധി പ്രാർത്ഥിച്ചാട്ട് സീരിയസ് ആയിട്ട്, കർത്താവേ, ഈ ദൂതിൻ്റെ മുമ്പിൽ എനിക്ക് മാറ്റം ആവശ്യമാണ്. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുക. അങ്ങനെയുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവസന്നിധി പ്രാർത്ഥിച്ചാട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഞാനും എന്നെ തന്നെ സമർപ്പിക്കുക. എവിടേക്കോ ഒത്തിരി മാറ്റം എനിക്ക് ഉണ്ടാകാനുണ്ട്. ഓരോ പ്രസംഗവും ഞാൻ എന്നോടാണ് പ്രസംഗിക്കുന്നത്. പുറത്ത് മഴ പെയ്യുമ്പോൾ അകത്ത് അന്തരാത്മാവിൽ ചൂടുണ്ടാകട്ടെ. അന്തരാത്മാവിൽ കത്തട്ട് 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 സ്നേഹം കത്തട്ട് സ്നേഹം കത്തട്ട് കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം എന്നൊക്കെയുള്ള സങ്കല്പങ്ങളില്ലേ, സ്ലോഗൻസ് ഇല്ലേ? ഞാൻ വിശ്വസിക്കുന്നു കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹമല്ല സഭ, കവിഞ്ഞൊഴുകുന്ന സ്നേഹമാണ്. സ്നേഹം കവിഞ്ഞൊഴുകുന്നതാ സഭ, സ്നേഹം കവിഞ്ഞൊഴുകുന്നതാ കുടുംബം. സ്നേഹം കവിഞ്ഞു. അവിടെ പുതിയ വീഞ്ഞുണ്ട്. അവിടുത്തെ വീഞ്ഞ് അറ്റുപോകത്തില്ല. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ വീഞ്ഞ് അറ്റുപോകത്തില്ല. സ്നേഹത്തിനെന്നും പുതുമയുണ്ടായിരിക്കും. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഈ ഒരു ചൈതന്യത്തിലേക്ക് ഞങ്ങളെ മടക്കി വരുത്തണമേ. ഇപ്പം പിടിച്ച ചിലത് കുഞ്ഞെ കൂട്ടാൻ വലതും ഉണ്ടോ? ആ ഭാഷ യേശുവിനെ രൂപപ്പെടുത്തിയ ആ തിരുക്കുടുംബം, ആ കുടുംബം പോലെ ഞങ്ങളുടെ കുടുംബങ്ങളെ ആക്കണമേ. ആ ചൈതന്യം ഞങ്ങളിലേക്ക് നിറയ്ക്കണമേ, സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്നേഹം ഒഴുകട്ടെ. സ്നേഹമാ നിന്നെ കണ്ടവർ പിന്നെ സ്നേഹി
അടച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കണ്ണുകൾ നമുക്ക് ദിവസം ഉണ്ടാക്കാം. ഈ നല്ല രാത്രികാലം കർത്തൃപാദപീഠത്തിലായിരിക്കാൻ, കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ, സർവശക്തനായ ദൈവത്തെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ കർത്താവ് നമ്മുടെ ജീവിതം നൽകിയ എല്ലാ നല്ല സാവകാശങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാൻ. കർത്താവ് തൻ്റെ ഭക്തന് കൂടെ ഇന്ന് രാത്രികാലവും വ്യക്തമായി നമ്മോട് സംസാരിപ്പാനിടയായല്ലോ. ദൈവശബ്ദത്തിൻ്റെ ആഴങ്ങൾ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ കേൾപ്പിച്ച എല്ലാ ദൂതുകൾക്കായി സ്തോത്രം ചെയ്യാൻ. ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്നേഹമാകുന്ന മൂശയിൽ നിന്ന് നാം ഒന്ന് രൂപപ്പെടുവാൻ, നാം ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നാം മുഖാന്തരം മറ്റുള്ളവരിലേക്കൊന്ന് പകരപ്പെടുവാൻ നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഒരു പത്രോസിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ കേൾപ്പിച്ച ഹല്ലേലൂയ എല്ലാ ശ്രേഷ്ഠമായ ദൈവശബ്ദങ്ങളും ഉണ്ടല്ലോ. ഹല്ലേലൂയ. പിന്മാറ്റത്തിലേക്ക് പോയവനെ ഹല്ലേലൂയ മടക്കി വരുത്തേണ്ടതിന് അരുമനാഥൻ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചതുപോലെ ഹല്ലേലൂയ ഹല്ലേലൂയ ജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ തകർക്കപ്പെട്ട ജീവിതങ്ങളുമേൽ ഹല്ലേലൂയ കർത്താവിന്റെ സ്നേഹം പകരുന്നവരായി തീരുവാൻ അപ്രകാരം നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വചനത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ കേൾപ്പിച്ച എല്ലാ വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ ദാസനെ ശുശ്രൂഷയ്ക്ക് കർത്താവ് അധികാരപ്പെടുത്തിയല്ലോ. ദൈവാത്മാവ് ഇടപെട്ടല്ലോ, ദൈവാത്മാവ് സംസാരിച്ചല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്തദാസനെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിന്, ശുശ്രൂഷയുടെ മണ്ഡലങ്ങളെ കർത്താവ് മാനിക്കേണ്ടത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവസേന പൂർണ്ണമായി ഉപസിക്കുന്ന, ഭാഗ്യമായി ഉപസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി കാലം കർത്തസല്ലാരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. വരും സെക്ഷനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. വിഷയങ്ങളെല്ലാം ഓർത്ത് നാം എല്ലാവരും ആത്മാവി സ്തോത്രത്തെ ദൈവസേന ജാഗരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ എമ്മയോട് സാർ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഇന്ന് ഈ രാത്രിയിലെ മീറ്റിംഗ് അവസാനിപ്പിക്കും. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വകീപിതാവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ വിലപ്പെട്ട ദാസനിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ചതായ ദിവ്യമായ സന്ദേശങ്ങൾക്കായി ഞങ്ങളെ കേൾക്കുന്ന നന്ദി തെറ്റുന്നു. ക്രിസ്തുവിൻ്റെ സ്വഭാവം ഏറ്റെടുത്തുകൊണ്ട് കർത്താവേ ദിവസങ്ങൾ മുന്നോട്ട് പോകുവാൻ തന്നെ ആ നല്ല പ്രബോധനത്തിനായി സ്തോത്രം. കർത്താവേ, ആകാത്ത കല്ലുകൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇട്ടുകളഞ്ഞ, ആകാത്ത വാളുകൾ കയ്യിൽ നിന്ന് കളഞ്ഞിട്ട് ഉള്ളിൽ വാളുകൾ ഏന്തിയവരെ പോലെ മറ്റുള്ളവരുടെ വേദന കണ്ട് കർത്താവേ മനസ്സലിവുള്ള ഹൃദയം ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിപ്പാൻ തക്കണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടിവാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാതൃകയുള്ളവരായി ജീവിപ്പാൻ കർത്താവേ അടിങ്ങൾക്ക് എല്ലാവർക്കും സംഗതിയാക്കണമേ. ഞങ്ങളുടെ ഭാഷയ്ക്ക് വലിയ രൂപാന്തരം തരണമേ എന്നങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസനെ കർത്താവെ കഴിഞ്ഞ പൽക്കാലും രാത്രിയിലും ശക്തിയോടെ ഞങ്ങളുടെ മധ്യയെ കഥകളെടുത്ത് ഉപയോഗിച്ചല്ലോ. തുടർന്നും ഈ തലമുറയിൽ അങ്ങേക്ക് വേണ്ടി ശക്തിയോടെ കഥകളെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുവാൻ ഞങ്ങൾ ഇങ്ങോട്ട് അപേക്ഷിക്കുന്നു. ദീർഘമായി ഉപസിക്കുന്ന അവിടുത്തെ വിലപ്പെട്ട മക്കൾക്കായി സ്തോത്രം. എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കണമേ. ഈ രാത്രി ഞങ്ങളെ അനുഗ്രഹത്തോടെ സമാധാനത്തോടെ പറഞ്ഞയക്കണമേ. തുടർന്നുള്ള ദിവസങ്ങളിലും വലിയ പകച്ച് ഞങ്ങളുടെ മധ്യ അയക്കണമേ നാഥ. എല്ലാ മാനവും മഹത്വം പൊഴിച്ച് ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ പുനിപിതാവേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴിയെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സംബന്ധവും നമ്മളോട് നാമത്തിൽ വായിച്ച എല്ലാ വിഷയങ്ങളോടും ഈ ആത്മീയ ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടതോടും ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിധി ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഈ രാത്രിയിൽ നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ആമേൻ.